ഹലോ നമസ്കാരം. ഈ സ്ക്രീനാണ് നിങ്ങൾ ഫുൾ ആയിട്ട് ഉണ്ട് കേട്ടോ. ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഞാൻ നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഇനി ഇതുപോലെ ഞാൻ കാര്യം കാണിച്ചത്. ഓക്കെ, ആയിട്ടൊക്കെ എല്ലാവരും എത്തട്ടെ. നമസ്കാരം മിത്രൻ ജി. നമസ്കാരം. നമസ്കാരം. സോ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ട്. അതെ, കാണാൻ നമസ്കാരം. പറ്റുന്നുണ്ട്. പിള്ളേർക്ക് അവിടെ പിള്ളേർക്കും കാണാനില്ല. ദീപിന്റെ പിള്ളേരെ കാണാൻ പറ്റിയ ഹായ്. ഹലോ, നീ എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. അവിടെ പൂജാമുറിയിലായിരുന്നു, നാമം ജപിക്കായിരുന്നു. ഓക്കെ ഓക്കെ ശരി, ബൈ. സോ ഈ സ്ക്രീൻ വലുതാക്കാനായിട്ട് എന്നൊന്ന് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ, നമ്മുടെ ചേച്ചിയുടെ പിള്ളേരെ കാണാമല്ലോ. പ്രസ്ഥാന ചേച്ചിയുടെ. ഹലോ, എന്നെ കണ്ട്. ഹായ്. ഒളിച്ചിരിക്കാനല്ലേ? ഓക്കെ, എത്തി എല്ലാവരും. ബൈ. ബൈ. ഓക്കെ, സനച്ചും മൈക്കും കിട്ടത് കേട്ടോ. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. സോ നമ്മുടെ സ്ക്രീനിൽ എപ്പോഴും വലുതാക്കി വെക്കുക കേട്ടോ. സ്ക്രീൻ ഓക്കെ. സോ ഈ സ്ക്രീനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പബ്ലിക് ആക്കാൻ തയ്യാറാണ്. കാരണം ഒരുപാട് സീക്രട്ടുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, എന്റെ സൗണ്ട് എല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതുകൊണ്ടൊന്നുമില്ലല്ലോ? സൗണ്ട് എല്ലാം കേട്ടല്ലോ? സൗണ്ട് ഒന്നുകൂടി ക്ലിയർ ആവാണ്ട്. സൗണ്ട് എന്താ കേട്ടില്ല? എന്താ പറഞ്ഞേ? സൗണ്ട് ഒന്നുകൂടി ക്ലിയർ ആവാണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. ഡിസ്റ്റൻസ് വെച്ച് കണ്ടാണോ എന്നറിയില്ല, ഒരു ഇത് വന്നുകൊണ്ട് പറഞ്ഞതാ. സൗണ്ടിന് മാറ്റില്ല. സൗണ്ട് പക്കല്ലേ? സൗണ്ട് കറക്റ്റ് അല്ലേ? മൈക്ക് കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ. ലാസ്റ്റ് പറഞ്ഞ കളറാ പക്ക കറക്റ്റാ. സൗണ്ട് ഒക്കെ അല്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ട് ഇപ്പൊ നമുക്ക്? ഓക്കെ, ഈ സ്ക്രീനിൽ കാണുന്ന സംഭവം അറിയോ? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല? ഓക്കെ, ഈ സ്ക്രീനിൽ കാണുന്നത് ഇനി എന്റെ സൗണ്ട് മാത്രമായിട്ട് കേട്ടോ. സൗണ്ട് ക്ലിയർ പറഞ്ഞാൽ മതി. ഓക്കെ, ഈ സ്ക്രീനിൽ കാണുന്ന സംഭവം മിത്ര നെക്ലസ് എന്ന് പറയുന്ന സംഭവം. അതായത് മിത്ര എന്ന് പറയുന്ന പേരിനകത്ത് നിങ്ങൾക്ക് ആമസോണിലായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്ലസ് മേടിക്കാൻ പറ്റും. നെക്ലസ് എന്ന് പറഞ്ഞാൽ മാല, ബ്രേസ്ലെറ്റ് പോലുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ മേടിക്കാൻ പറ്റും. അപ്പം എന്റെ പേരിൽ ഇപ്പൊ എന്റെ പേര് ഞാനല്ല, എന്റെ പേര് ഈ നെയ്മില് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ മാല വളരെ റയറായിട്ടുള്ള ആളുകൾ മാത്രം ഉപയോഗിക്കുള്ളൂ.
ഇത് കഴുത്തിലിട്ട് കഴിഞ്ഞാല് ഇവർ കൾട്ട് ഓഫ് മിത്ര എന്ന ഗ്രൂപ്പിലെ അംഗമാണ് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവരുള്ള മാല. മിത്ര നെക്ലസ് പോലെ വിവിധ തരത്തിലുള്ള നെക്ലസ് കിട്ടും. എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട്. ഇതിനുള്ള ഈ ഒരു രൂപം തന്നെ ഗോഡ് ഓഫ് മിത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു രൂപമാണ്. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇത് ഇനി നിങ്ങൾ പറയാൻ ഞാൻ പറയാൻ പോകുന്നത് വളരെ വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് കൾട്ട് ഓഫ് മിത്രാസ് എന്ന് പറയുന്നത് MITHRAS. ചില സ്ഥലങ്ങളിൽ കൾട്ട് ഓഫ് മിത്ര കാണുന്നുള്ളൂ, മിത്രാസ് ഉണ്ടാവില്ല. ചിലപ്പോ MITH ഉണ്ടാവില്ല, MITRAS. അപ്പോ കൾട്ട് ഓഫ് മിത്ര എന്ന് പറയുന്ന മിത്രായിസം എന്ന് പറയുന്ന ഒരു മിത്രായിറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി നമുക്ക് ഇതാണ്. സൗണ്ട് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞാൽ ക്ലിയർ ഇല്ല. സൗണ്ട് ക്ലിയർ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണ്? ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. മൈക്കിന് സൗണ്ട് വരുന്നില്ല? ആ പൊസിഷനിൽ മാറുമ്പോ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. അല്ല, ഞാൻ മാറിയിരിക്കുമ്പോ സൗണ്ട് അവിടുന്ന് മാറി നിൽക്കുമ്പോ ദൂരേക്ക് സ്ക്രീനിന്റെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. അടുത്ത് നിന്ന് പറയുമ്പോ ക്ലിയർ ആവുന്നുണ്ട്. അതായത് ഞാൻ മാറുന്ന സമയത്ത് സൗണ്ട് കുറയുന്നുണ്ട് നമ്മൾ. അത് വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. ക്ലിയർ ആവുന്നില്ല. ഭയങ്കര പതർച്ചയാണ്. ഇപ്പൊ അതുപോലെ തന്നെയാണോ കേൾക്കുന്നത്? സൗണ്ട് മാറുന്നുണ്ടോ? ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് മാറുമ്പോ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ സൗണ്ട്? ഇപ്പൊ ക്ലിയർ ആണ്. ശരി, ഞാൻ ഇപ്പൊ സൗണ്ട് കേൾക്കുന്നു. ക്ലിയർ ആണോ? ഒരാൾ പറയാം. ഇല്ല, ഈ ദൂരേക്ക് മാറി നിൽക്കുമ്പോ അങ്ങനെ കട്ടായിട്ടാണ് കേൾക്കുന്നത്. സൗണ്ട് കട്ടാവുന്നുണ്ടോ? സൗണ്ട് കട്ടാവുന്നുണ്ടോ? അതെ, ദൂരേക്ക് മാറി നിൽക്കുമ്പോ കട്ടായി പോകുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല എന്താ പറയുന്നതെന്ന്. ക്ലിയർ ആവുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? അനുദീപേ, ആരെല്ലാം പോയിക്കോണെങ്കിൽ ക്ലിയർ ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആണ്. സൗണ്ട് ക്ലിയർ ആണ്. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. അനുദീപിന്റെ സൗണ്ട് ക്ലിയർ ഇല്ല. സൗണ്ട് ക്ലിയർ ആണ്. അനുദീപ് പറഞ്ഞ സൗണ്ട് ക്ലിയർ ഇല്ല. സാർ അടുത്തോട്ട് വരുമ്പോ സൗണ്ട് ഉണ്ട്, പോയി ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല. പൊസിഷൻ മാറുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആയി പോവാണ്, ക്ലാരിറ്റി ഇല്ല. അതായത് മൈക്കിന്റെ സൗണ്ട് എടുക്കുന്നില്ല എന്നാണ് ഉദ്ദേശം അല്ലെ? മൈക്കിന്റെ സൗണ്ട് ക്ലിയർ ഇല്ല. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ല. അതെ, ഇപ്പൊ കേൾക്കാം. കേൾക്കാം. മിത്രൻജി സ്ക്രീനിന്റെ മുന്നിൽ വരുമ്പോ ക്ലിയർ ആണ്, സൈഡിലേക്ക് മാറുമ്പോഴാണ് കുറച്ച് വ്യത്യാസം. അതെന്താന്ന് മനസ്സിലായി. സംഭവത്തിന് അത്രയുള്ളൂ. നമ്മളുടെ അതായത് ഈ മൈക്കിന്റെ സൗണ്ട് എടുക്കുന്നില്ല. ഓക്കെ, അതാണ് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ സൗണ്ട് ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? അതെ, ശരി, ഓക്കെ, എന്നാ സംസാരിക്കും. അപ്പൊ കൾട്ട് ഓഫ് മിത്രാസ് എന്ന് പറയുന്ന സമയങ്ങളുണ്ടോ? കൾട്ട് ഓഫ് മിത്രാസ് ഇത് ഇപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. പക്ഷെ ഇതില് സ്ക്രീനിൽ തലതിരിഞ്ഞിട്ടൊക്കെ എടുക്കുന്നതാ. എന്താ സംഭവം? നമുക്ക് നേരെ തന്നെയാണ് നടക്കണം. അല്ല, ഇവിടുത്തെ സ്ക്രീനിൽ തലതിരിഞ്ഞിട്ടാ എടുക്കണേ. കുഴപ്പമില്ല, ഇപ്പൊ റെഡി.
അയ്യോ നിങ്ങളെ മിത്രം ഭായ് അവിടെ നേരെയാക്കിയാൽ ഈ ബോർഡിലുള്ളത് ചിലപ്പോൾ തല തിരിയൂട്ടാണ്. അവിടെയുള്ളത് നേരെയാക്കിയാൽ ചിലപ്പോൾ ബോർഡിൽ തല തിരിയും. അല്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ തല തിരിഞ്ഞാണോ? അല്ല ക്ലിയർ അല്ലേ? അല്ലല്ല ഇപ്പൊ അതല്ല. കറക്റ്റ് അല്ലേ ഇപ്പൊ? ആ കറക്റ്റ്. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് കൾട്ട് ഓഫ് മിത്രാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ ലോകത്തുണ്ടായിരുന്നു. സോ ആ ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണല്ലോ? ഓക്കെ ക്ലിയർ ആണ്. സോ ഇങ്ങനെ എടുക്കാം. ഓക്കെ, കറക്റ്റ്. ഓക്കെ, റൈറ്റ്. അപ്പൊ എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, ഇന്ന് ഈ ലോകത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, നമ്മൾ ഇതിനെ ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. കൾട്ട് ഓഫ് മിത്രാസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാനുണ്ട്. അതായത് ഇവര് ഈ പറയുന്ന ഇത് വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് വായിക്കാൻ പറ്റുന്നത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പിന്നീട് വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നും നിങ്ങൾ എടുത്ത് വെക്കുക, അത് പിന്നീട് വായിച്ചാൽ മതി. അപ്പൊ ഇത് റോമില് ഉണ്ടായിരുന്ന സംഭവമാണ്. ശരിക്കും പറഞ്ഞാല് ഒരു എക്സ് തിയറി എന്ന് പറയുന്ന സിസ്റ്റം പോലെയാണ് ഇതിരിക്കുന്നത്. പക്ഷെ എക്സ് തിയറി അല്ല ഇത്. റോമിലല്ല, ലോകം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു കൾട്ട് ഗ്രൂപ്പാണ് മിത്രാസം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ക്രിസ്തവും മതവുമായുള്ള ഒത്തുചേരലിനെ കാണിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത്, ഇത് റോമനിലുണ്ടായ നാണയം, പണ്ടുണ്ടായ കാശ്. ആ കാശിനകത്ത് ഉണ്ടായിരുന്ന ദൈവം, അതായത് നമ്മളിപ്പോ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ നാണയങ്ങളില് കൃഷ്ണൻ ഉണ്ടായിരുന്നു, ശിവൻ ഉണ്ടായിരുന്നു, ഒരുപാട് അങ്ങനത്തെ നാണയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഗൂഗിളിൽ തപ്പി കിട്ടും. അപ്പൊ അതുപോലെ തന്നെ റോമൻ നാണയങ്ങളിൽ ഈ പറയുന്ന സിസ്റ്റം, ഒരു എക്സ് എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാണാൻ പറ്റും. പല സ്ഥലത്തും എക്സ് എന്നൊരു സംഭവം കാണാൻ പറ്റും. എക്സ് പോലൊരു സംഭവം വെട്ട്. അപ്പൊ ഇത് ഗോഡ് ഓഫ് മിത്രയുമായി ബന്ധപ്പെട്ട, നമ്മുടെ മറ്റ് എലോൺ മസ്കിന്റെ എക്സ് അല്ല ഇതിട്ട, ഇത് വേറെയാണ്. ഇത് ഭൂഗോളത്വം, അതായത് ഭൂമിയുടെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു എക്സ് പോലെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സ് പാനലിൽ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മതി, കാര്യം മനസ്സിലാവും. ഇനി വരുന്ന റോമനിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ 7 കിരീടം വെച്ചുകൊണ്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് സംഭവമുണ്ട്. ഇതും ഗോഡ് ഓഫ് മിത്രയാണ്. സോ എല്ലാ കാര്യങ്ങളിലും എല്ലാം നോക്കുമ്പോൾ ഗോഡ് ഓഫ് മിത്ര എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗോഡ് ഓഫ് മിത്രയുടെ സൂര്യന് അവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ സൂര്യൻ ഇരിപ്പുണ്ട്, ഇവിടെ ചന്ദ്രൻ ഇരിപ്പുണ്ട്. ഈ സൈഡ് 4 സൈഡിലും ഒരു കോൺ വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ മുറിഞ്ഞു പോയിരിക്കുന്നതാണ്, കുറച്ച് കാണാതെ പോയിരിക്കുന്നതാണ്. അപ്പൊ അവിടെയും സിമ്പിളുകൾ അവിടെ ബാക്കിയുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞത് ഇത് ആസ്ട്രോളജി ആണ് കേട്ടോ. ഇതിന് ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയതുകൊണ്ടാണ് ഇത് ആസ്ട്രോളജി ആണ് യഥാർത്ഥത്തിൽ. യഥാർത്ഥ ആസ്ട്രോളജി ഗോഡ് ഓഫ് മിത്ര ആണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതൊരു ക്ഷേത്രം, ഇതൊരു അമ്പലമാണ് യഥാർത്ഥത്തിൽ. ഈ അമ്പലത്തിലുള്ള വിഗ്രഹമാണിത്. അപ്പൊ ഒരു പണ്ട് കാലത്ത് ഇത് ആരാധിച്ചിട്ടുണ്ടായിരുന്നു അവർ. ഇതൊരു ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു സംഭവം. അപ്പൊ ഇതൊരു ആരാധിച്ച അമ്പലമാണ്. അവിടെ സൂര്യനെയും കാണാം, ചന്ദ്രനെയും കാണാം, പലതും കാണാൻ പറ്റും അതിനകത്ത്. ഓക്കെ, ഇതൊരു കാളനെ കൊല്ലുന്ന ഒരു സിംബോളിസം കാണാൻ പറ്റും. കാളനെ കൊല്ലുന്നൊന്നല്ല കേട്ടോ, ഇതിന് പുറകിൽ വേറൊരു ശാസ്ത്രമുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. ഇതും ഗോഡ് ഓഫ് മിത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഇതിന്റെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വ്യക്തി, ഒരു സ്ത്രീ, ആ സ്ത്രീ അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്,
ഒരു തേര് കാണാൻ പറ്റുന്നുണ്ട്. ആ തേരിലേക്ക് ആ സ്ത്രീ അവനെ പിടിച്ചു കയറ്റുകയും ആ കുതിരയുടെ മുകളിലൂടെ മല കയറുകയും ആ മല കയറിന് ശേഷം ആ മലയ്ക്ക് ശേഷം മലയിൽ നിന്നും താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു സ്ത്രീയാണ് ഈ ഗോഡ് ഓഫ് മിത്ര എന്ന് പറയുന്ന ഗോഡ് ഓഫ് മിത്രയെ ദൈവമാക്കി മാറ്റിയത് ഒരു സ്ത്രീയാണ്. സോ അതിന്റെ രണ്ടാമത്തെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മരം കാണാൻ പറ്റുന്നുണ്ട്. സോ ട്രീ കാണാൻ പറ്റുന്നുണ്ട്. ആ മരത്തിന് ഇപ്പുറത്ത് വേറൊരു മരം, താഴെ പാമ്പിനെ കാണാൻ പറ്റുന്നുണ്ട്. കാളേനെ എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കാളയെ എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ നമുക്ക്. കാളാനെ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനുശേഷം പിന്നെ ഒരു ട്രീ കാണുന്നുണ്ട്. അതിനുശേഷം ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും കണക്ട് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം അവരൊരു രാജാവിനെ പോലെ വലിയൊരു മഹാനാവുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ഇതിനുശേഷം ഇതിന്റെ അടിയിൽ കുറെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഡീകോഡ് ചെയ്യുന്ന ഒരുപാട് സമയം എടുക്കും. ഇതും ആസ്ട്രോളജി പാറ്റേണുമായി ബന്ധപ്പെട്ടതാണ്, ഒരു എക്സ് പാറ്റേണുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ അടിയിലാണ് ഈ കാളയുടെ കൊമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ 12 രാശികൾ കണ്ടോ നിങ്ങൾക്ക്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്നതാണ് നിങ്ങൾക്ക്. കണ്ടോ? അപ്പൊ 12 രാശികൾ, മേടം, ഇടവം, മിഥുനം, കന്നി, തുലാം എന്ന് 12 എണ്ണം കാണും. ഓർഡർ തെറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ, ഓർഡറിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും. പക്ഷെ ഇതേ രീതിയിൽ കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ഓക്കെ. പിന്നെ അതേ സിംബോൾസ് തന്നെ കാളയിൽ നിന്നും ബ്ലഡ് എടുക്കുന്നു. അതിനുശേഷം അതിന്റെ കിങ്കരന്മാരും എല്ലാവരും അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ മരം കാണിക്കുന്നുണ്ട് അവിടെ. ഇതിനുശേഷം ഇനി നിങ്ങൾക്ക് കാണുന്ന ഇത് പല രാജ്യങ്ങളിലും ഇതിനെ കുറിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഈ പിക്ചറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ക്യാൻസർ, അതായത് നമ്മുടെ വൃശ്ചികൻ രാശിയും ഈ പറഞ്ഞ ധനുസ് രാശിയും കുറിച്ചാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. 2 കള്ളിൽ ബോക്സ് ഉണ്ടോ, ഇതൊരു ബോക്സ് വരച്ചിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സാധനം വരുന്നത്. ഇതിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് ഭാവിയിൽ, ഇപ്പോഴല്ല ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ രഹസ്യം, ഈ ഭൂമിയിൽ മൂടി വെച്ചിട്ടുള്ള രഹസ്യം, ഇത് ലോകത്ത് എടുത്തു കൊണ്ടുവരാൻ വിധിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയിട്ട് ഇത്രയും ഡീകോഡ് പറഞ്ഞു തരുന്നത്. ഇത് വേറെ ആരെങ്കിലും കൂട്ടിയേ കേട്ടില്ല. അതേപോലെ താഴെ ബോക്സ് നോക്ക്. ഇപ്പൊ താഴെ ബോക്സ് നോക്ക്. ഇത് രാശി മാറി കണ്ടോ, തേളിന്റെ രാശിയും മകരത്തിലേക്ക് മാറി അല്ലെ, 2 മകരത്തിലേക്ക് മാറി. അപ്പൊ ഇതിനെ ഡീകോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ 2 രാശിനെയും കുറിച്ച് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഈ 2 രാശിയും ഡീകോഡ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നിങ്ങളെ കൊണ്ട് കൂട്ടിയേ കൂടില്ല, ഇത് വലിയൊരു സിദ്ധാന്തമാണ്. പക്ഷെ ഇതുണ്ട് എന്ന് നിങ്ങളെ ബോധിപ്പിക്കലാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനുശേഷം ഇപ്പൊ നോക്കിയാൽ 2 സിസ്റ്റം മാറി, അങ്ങോട്ട് തിരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഇവരെന്ത് ചെയ്യുന്നത്, പണ്ട് കാലങ്ങളിൽ ചുമർ ചിത്രങ്ങളിലായാലും പണ്ട് കാലത്ത് ഉള്ള ഗ്രാനൈറ്റിന്റെ മുകളിലും കല്ലിന്റെ മുകളിലും ഒക്കെ കൊത്തി വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അവർ കണ്ടെത്തി പിടിച്ച കുറെ സീക്രട്ടുകളാണ്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വെക്കുക. ഇത് വായിച്ചു നോക്കിയിട്ട് ചെയ്യണ്ട, നമുക്ക് ഇതിന്റെ തിയറി, ഈ സിസ്റ്റമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ. 12 രാശികൾ നിങ്ങൾക്ക് അവിടെ താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നീട് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാല് ഇതേപോലെ തന്നെ ഓരോന്നും ഐഡന്റിഫൈ ചെയ്തിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന കല്ല് പോലെ കണ്ടോ, യേശുവിന്റെ കയ്യിലിരിക്കുന്നത് ഹൃദയം, ഗോഡ് ഓഫ് മിത്രയുടെ കയ്യിലിരിക്കുന്നതും ഹൃദയം, ഇവിടെയും ലെഫ്റ്റിലും കാണാൻ പറ്റും നിങ്ങൾക്ക് കയ്യില് ഹൃദയം. അപ്പൊ ഇതൊക്കെ യേശു വരുന്നതിന് മുൻപ് പണ്ട് അതിനേക്കാളൊക്കെ 5000 വർഷം മുൻപ് ഉണ്ടായിരുന്ന സിദ്ധാന്തമാണ് ഇതെല്ലാം. ക്ലിയർ ആയോ? ഗോഡ് ഓഫ് മിത്രയുടെ കയ്യിലിരുന്ന സിസ്റ്റമാണ് ഇതെല്ലാം. ആ ഒരു ഹൃദയത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ഗോഡ് അത് മുമ്പ് കാളേനെ പിടിച്ചു വെച്ചിട്ടുള്ളതെന്ന് അർത്ഥം. ഓക്കെ. അപ്പൊ യേശുവിന്റെ ഹൃദയം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളതാണെന്ന് അർത്ഥം. ഇതുമായി ചുമർചിത്രങ്ങൾ, അതായത് പണ്ട് കാലത്തുള്ള ചുമർചിത്രങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള സംഭവമാണ്. ആ ലൈൻ പോയിന്റ് ഇട്ടിട്ടുണ്ട്, അത് ഗോഡ് ഓഫ് മിത്ര നോക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എനർജി ഫോഴ്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ രാശികളെയും ഡീകോഡ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് ഈ ഗോഡ് ഓഫ് മിത്രയുടെ സിമ്പിൾസ് 12 രാശികൾ. അതിനുശേഷം ഇത് ഫ്യൂച്ചറിലേക്ക് വന്ന സമയത്ത് കുറെ ആളുകൾക്ക് ഇത് എന്താ സംഭവം മനസ്സിലാവാണ്ട് ഇവര് ഇതുപോലെയൊക്കെ വരച്ച് റൗണ്ട് ടൈപ്പിലാക്കി. അതിനുശേഷം സണ്ണിനെയും ചന്ദ്രനെ മുകളിൽ ചന്ദ്രൻ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എവിടെയെങ്കിലും? നമ്മുടെ ലോകം എങ്ങനെയാ കണ്ടിട്ടുണ്ടോ? മിത്ര അക്കാദമി ലോഗോ. അപ്പൊ ഈ ലോഗോ പോലും ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ ഉണ്ടാക്കി വെച്ചത് ചുമ്മാ അത് ഉണ്ടാക്കി വെച്ചതല്ല. ഇത് ഗോഡ് ഓഫ് മിത്രയുമായി ബന്ധപ്പെട്ട് ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി ഫ്യൂച്ചറിലേക്ക് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോഴും പറയാറുണ്ട് 1000 വർഷത്തോളം നമ്മുടെ ഈ തിയറി ഇനി 1000 വർഷത്തോളം നിലനിൽക്കുമെന്നും 1000 വർഷം ഇനി ഇത് ഡീകോഡ് ചെയ്യുമെന്നും, ഇത് പണ്ട് പലരും ചെയ്തിട്ട് നിർത്തിപ്പോയതാണ്, അതായത് പറ്റാണ്ട് നിർത്തിപ്പോയതാണ്.
അങ്ങനെ ഈ ഗോഡ് ഓഫ് മിത്ര എന്ന് പറഞ്ഞ ഗോഡ് ഓഫ് മിത്ര അല്ലാതെ ഇവര് ഇത് കൊണ്ടുവന്നതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞ സത്യത്തിനെ നമ്മൾ ഇത് ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഇവരിത് വെച്ച് നിർത്തി. ഞാൻ സൂര്യനെയും ചന്ദ്രനെയും വെച്ചിട്ടുണ്ട്, അതിന് മുമ്പിൽ ഗോഡ് ഓഫ് മിത്രയുടെ സിംബോൾസും വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ എന്റെ ഈ പറയുന്ന നമ്മളുടെ എന്തുണ്ടാക്കിയത് സിമ്പല് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഇതാണ് മിത്രായിക് എന്ന് പറയുന്ന സോഡിയാക്. അതായത് ഈ പറയുന്ന റോമനിലുള്ള മിത്ര, സ്പെല്ലിംഗ് MITHRAIC എന്നാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു ഗോഡ് ഉണ്ടായിരുന്നു നിലവിൽ. ഇതെല്ലാം നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ്. പല ആളുകളുടെയും കയ്യിൽ അതും വടി പിടിച്ച് വെച്ചിട്ടുണ്ട്, വടിവേലിനെ പോലെ. കയ്യിലൊരു ആയുധം പിടിച്ചിട്ടുണ്ട്. അത് ഈ ദേവ ഇന്ദ്രന്റെ കയ്യിൽ പോയിരിക്കുന്ന ഒരു ആയുധമാണ് അത്. അപ്പൊ ദേവേന്ദ്രൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കയ്യിലും ഒരു ആയുധം കാണാൻ പറ്റും. ആയുധത്തെ പോലെ ഒരു ആയുധമാണ് കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റും 12 രാശികൾ കാണാൻ പറ്റും കേട്ടോ. ഈ ചുറ്റും 12 രാശികളാണ് കണ്ടോ. മീൻ, ഇടവും മിഥുനം, കന്നി, തുലാം 12 രാശികളും ഇതിന് ചുറ്റും ഉണ്ട് എന്നർത്ഥം. ക്ലിയർ? അപ്പൊ ഇതെല്ലാം ആസ്ട്രോളജിയാണ്. അവസാനം നേപ്പാളില്, അതായത് നേപ്പാളിലുള്ള ശ്രീചക്ര, അവിടുത്തെ രാശിചക്രത്തിൽ, അതായത് ലോകം മുഴുവൻ ഉണ്ട് ഇത് ഗോഡ് ഓഫ് മിത്ര. കുതിരയുടെ പുറത്ത് ഗോഡ് ഓഫ് മിത്ര ആണുള്ളത്. ഇത് ലോകം ഭൂമി മുഴുവൻ ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. 12 രാശികള്, 12 ചിഹ്നങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഗോഡ് ഓഫ് മിത്ര അവസാനം അവര് കൊണ്ടുവന്നത്. അവസാനം ഈ ആസ്ട്രോളജി ഡീകോഡ് ചെയ്യുന്ന ആളുകൾ അവസാനം എത്തിപ്പെട്ടത് ഈ ഒരു ഫോട്ടോയിലാണ്. ഇവിടെ നിന്നാണ് ഇവര് ഈ ആസ്ട്രോളജിനെ ഡീകോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 2500 വർഷം മുൻപത്തെ കാര്യം പറഞ്ഞോ. കാരണം ഇത്ര അതിന്റെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, കാരണം വായിക്കാനായിട്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ആടാ, ഇത് വായിച്ച് നമുക്ക് മനസ്സിലാക്കണ്ടോ. 12 രാശികൾ ചുറ്റും. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ആസ്ട്രോളജി കൊണ്ടുവന്ന ആരാ? മിത്രാത്മജനല്ല, മിത്രായിസം. ഗോഡ് ഓഫ് മിത്ര എന്ന സംഭവമാണ് ലോകത്ത് ആദ്യമായിട്ട്. അതുകൊണ്ടാണ് ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ ഈ സിദ്ധാന്തം അവതരിപ്പിക്കും. നമ്മുടെ സിദ്ധാന്തത്തിലാണ് ഇനി ലോകം ആസ്ട്രോളജി പഠിക്കാൻ പോകുന്നത് പറയാനുള്ള കാരണം. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതിച്ചിട്ടുണ്ട്. വായിച്ച് നോക്കി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോയെങ്കിൽ കണ്ട. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാല് പഴയ ദേവന്മാരിൽ ഒരാളിൽ നിന്നോ പ്രചോദനം ഉൾക്കൊണ്ടതായിരിക്കാം റോമൻ മിത്ര എന്ന് കരുതപ്പെടുന്നു. കാളയെ കൊല്ലുന്നത് ടോറസിൽ നിന്ന് മേടത്തിലേക്കുള്ള ജ്യോതിഷ ശാസ്ത്രപരമായ സ്ഥാന ചലനത്തിനുള്ള പ്രതീകാത്മക സൂചനയായിരിക്കാം. എന്ന് പറഞ്ഞാൽ കാളയെ കൊല്ലുന്നത് എന്ന് പറഞ്ഞത് സിംബോളിസമാണ്. അതൊരു ഈ കാളനെ ടോറസ്, അതായത് നമ്മുടെ മേടം, ഇടവം, മിഥുനം. ഇടവത്തിന്റെ സിംബോളിസം കാളയാണ്. മിഥുനത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ കാളയെ കൊല്ലുന്നത് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് വായിച്ചിരിക്കുന്ന കാര്യം മനസ്സിലാവും. ഓക്കെ, ഇത് ഗോഡ് ഓഫ് മിത്ര എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇവരാണ്. ഇനി ഇത് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ വായിച്ചു നോക്കിക്കോ. സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ സാവകാശം വായിച്ചു നോക്കുക. ഇവിടെ എഴുതിച്ചുണ്ടോ? ചന്ദ്ര, അരിവാൾ, നക്ഷത്രം, കൽപ്പ, 46 ലക്ഷാധികൾ, ഗ്രഹം, ചന്ദ്രൻ, മിത്രക്ക്, പുരുഷകാരെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് സൂര്യൻ എവിടെ എഴുതിച്ചു നോക്കിയ? സൂര്യൻ എന്ന് പറയുന്നത് എന്താ? ഓട്ടക്കാരൻ അല്ലെ? സൂര്യൻ എന്ന് പറഞ്ഞാൽ ഓട്ടക്കാരൻ. അപ്പൊ ഈ സൂര്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ രാശികളെയും കുറിച്ച് ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. വായിച്ചു നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആ റൗണ്ടിലുള്ള ഒരു ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം. ഇനി ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വേറെ കടക്കാം. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസിലൊക്കെ വേറെ കാണിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ എത്തിക്കുന്നതാണ്. അങ്ങനെ അവസാനം നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പ്, ഗോഡ് ഓഫ് മിത്രയുടെ റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് നമ്മൾ അവസാനം എത്തിച്ചേർന്നതാണ് ഈ സിദ്ധാന്തത്തിലേക്ക്. ഈ സിദ്ധാന്തം നിങ്ങൾക്ക് അങ്ങനെയാണ് ഞാൻ ഭൂതം എന്ന് പറഞ്ഞ സിദ്ധാന്തത്തിലേക്ക് വന്നത്. അത് ഇത് ഒരു ഭൂതമാണ്. അതിന്റെ വായും പല്ലും കണ്ണൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിക്കോ. വളരെ വളരെ ശ്രദ്ധിച്ചു നോക്കിക്കോ. അതിന്റെ തല ഞാൻ സൂം കാണിച്ചു.
ഈ തല നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിക്കോ. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്പലങ്ങളിൽ പോയാലും നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോയാലും ഈ തല നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. എല്ലാ അമ്പലങ്ങളിലും ഈ തലയാണ് വെച്ചിരിക്കുന്നത്. ഇത് കാണാൻ പറ്റും. ഇത് ഇവിടെയും 12 രാശികളും കാണുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഏറ്റവും വലിയ സീക്രട്ട് എന്താ വെച്ചാല് ഓരോ കള്ളികളും ഓരോരോ ജനങ്ങള് ഇവിടെ ഓടക്കുള് വായിക്കുന്നുണ്ട്. ഇവിടെ ഓടക്കുള് വായിക്കുന്നുണ്ട്, ഒരാള് ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ചെണ്ട കൊട്ടുന്നുണ്ട്, കുളത്തിൽ കുളിക്കുന്നുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് വരുന്ന സമയത്ത് യുദ്ധം കണ്ടോ, അവിടെ യുദ്ധം നടക്കുന്നു, യുദ്ധം നടക്കുന്ന കാണുന്നു. അത് കഴിഞ്ഞ് ഇവിടെ മൃഗങ്ങള് ഇങ്ങനെ ജീവികള്, മൃഗങ്ങള്, ഫിഷും മൃഗങ്ങള്, അതായത് ജീവിക്കാൻ പറ്റാത്ത മണ്ണൊന്നില്ലാത്ത മണലാരയം പോലുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കാണാം നരകം പോലെ ആളുകളെ ചുട്ടുപൊളിക്കുന്നതും വെണ്ണലിട്ട് പൊരിക്കുന്നതും തലച്ചോറിൽ അടിച്ചു പൊളിക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇതിനകത്ത്. ഇത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ആളുകൾ, മനുഷ്യന്മാര് വേറൊരു ജീവിത രീതി ഫോളോ ചെയ്തിട്ട്, അത് മലയാണ്, മണലാരങ്ങളിൽ ജനങ്ങൾ വേറൊരു ജീവിത രീതി ഫോളോ ചെയ്ത് പോകുന്നു. അതിനുശേഷം പിന്നെ ആളുകൾ വേറൊരു തത്വത്തിലേക്ക് ജന്മി കുടിയാൻ പോലുള്ള ചില ആളുകൾ ജന്മിമാര് പിന്നെ കുടിയാന്മാര് പോലുള്ള ഇതിലേക്ക് പോകുന്നു. അവസാനം ബുധനെ പോലെ ശീലമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ബുധനെ പോലെ ശീലം. പക്ഷെ അതിനകത്ത് വേറൊരു നിങ്ങൾക്ക് കാര്യം പറയുന്നത്, ഇതിന്റെ സെൻട്രൽ ഭാഗത്ത്, ഇതിന്റെ നടുക്ക് ഭാഗത്ത് കണ്ടോ ഒരു പാമ്പ്, ഒരു പന്നി, ഒരു പക്ഷി. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഭൂമിയിലെ ഇതെല്ലാം ഇത് ഭൂമിയാണ്, നമ്മുടെ ഭൂമിയാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങള് ഒരു 10-20 വർഷം പോലും ഇതിന് പുറകിൽ നടന്നാൽ പോലും ഈ രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ രഹസ്യം കണ്ടുപിടിക്കാൻ സിദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മീയ ഗുരു, അതായത് വലിയ വലിയ ആത്മീയ ഗുരു. ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഇന്ന് ടിവിയിലും നമ്മുടെ ചാനലിലും കാണുന്നതല്ലാതെ സീക്രട്ട് ആയിട്ട് ലോകത്തിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യുന്ന ഒരു സീക്രട്ട് എനർജി ഉണ്ട്. ആ എനർജിയിൽ നിങ്ങൾ കണക്ട് ആയാൽ മാത്രമേ ഇതിനൊക്കെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും കിട്ടില്ല. അപ്പോ ഒരു കുറെ കാലം പാമ്പ് ഭരിക്കും, അതിനുശേഷം പന്നി ഭരിക്കും, അതിനുശേഷം മയില്, അതായത് കോഴി, അതിനെ കോഴിയായിട്ട് കാണിക്കും, പന്നിയായിട്ട് കാണിക്കും, പാമ്പായിട്ട് കാണിക്കും. അങ്ങനെ ഈ ചക്രം ഭൂമി കറങ്ങുന്നുണ്ട്. ഈ കറക്കത്തിലൂടെ മനുഷ്യന്മാര് ഇതുപോലെ ജീവിത രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും കറക്റ്റ് ആയിട്ട്. ഇത് ഫോളോ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ടോട്ടൽ ഒരാളാണ് ഇതേ ഇരിക്കുന്ന ഭൂതം. ഈ പറയുന്ന കൈയും കാലും കണ്ടോ, അങ്ങനെ കാലുണ്ട്, ഇത് തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനുള്ള ഈ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫാനം നോക്കാം കേട്ടോ. അപ്പൊ ഇതൊരു കറക്കമാണ്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഇത് കറക്കുന്ന ഒരാള് കയ്യും പിടിച്ച് ഭൂതം അവിടെ ഇരിപ്പുണ്ട്. സോ ഭൂതം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം നിങ്ങളുടെ അമ്പലത്തിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ അമ്പലത്തിലും എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോയിലും ഈ സാധനം ഉണ്ട്. ഞാൻ കാണിച്ചു. ഇപ്പൊ ഇതിന്റെ കളർ പിക്ചർ ഉണ്ട് ഇതുപോലെ. ഇതും അതേപോലെ കണ്ടോ, താഴെ കണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. കണ്ടോ അവിടെ പക്ഷി, പാമ്പ്, പന്നി. കാരണം ഇതും ഒരേ സിസ്റ്റം തന്നെയാണ്. പല രീതിയിലും പല രാജ്യങ്ങളിൽ പെയിന്റിങ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി മാത്രം. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഡിഫറൻസ് പല രീതിയിലുണ്ടാവും. എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതും അതേ ഭൂതം തന്നെ കാണാൻ പറ്റും. ഭൂതന്റെ കൈ കാണാൻ പറ്റും, കാല് കാണാൻ പറ്റും. സോ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പുലിത്തോല് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, പുലിയുടെ തോല് വരെ നിങ്ങൾക്ക് ഒരു പക്ഷെ കാണാൻ പറ്റും. അടിയിൽ ആ പുലിത്തോലിന്റെ ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതുവരെ സീക്രട്ട് ആണ്. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞത്. ഇതിൽ വേറൊരു രാജ്യത്ത് ചെയ്തിട്ടുള്ള പടമാണ്. ആ പടത്തിലും ഇതേ രാക്ഷസനെ, ഈ ഭൂമിയിലെ ഭൂതത്തിനെ കാണുന്നുണ്ട്. അവിടെ മുകളിലും ബുധനെയും കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. അത് മാത്രമല്ല അതിന്റെ നടുക്കിലും ഇതേ സിസ്റ്റം ഉണ്ട്. കണ്ടോ, പന്നി, പാമ്പ്, കോഴി അല്ലെങ്കിൽ മയില്, കോഴി, ആ ഒരു ജീവനും കാണാൻ പറ്റും. 3 ശരി, അടുത്ത് അങ്ങനെ ഈ റൗണ്ട് ഷേപ്പ് എടുത്തിട്ടാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഭൂമി എങ്ങനെയാണ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത്, ആ ഗോഡ് ഓഫ് മിത്ര നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന അതേ സിസ്റ്റമാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ ടൈപ്പിൽ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞത്, ആകാശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പാണ്. അപ്പൊ ഭൂമിയും റൗണ്ട് ആയിരിക്കണം. ഈ ഒരു ടൈപ്പിലാണ് ഭൂമിയിലെ എനർജി മൊത്തം ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഈ പറയുന്ന ഭൂതം ഈ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നു, കറക്കുന്നു എന്നാണ് അർത്ഥം. അതിന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ റൗണ്ട്, ഈ വട്ടത്തിലുള്ള സാധനത്തിനെയാണ് എന്താക്കി മാറ്റിയത്, നേരെ ചതുരത്തിലാക്കി മാറ്റിയത്. കാരണം ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സാധനം ഇവിടെ ഇത് വെച്ച് ഇതേ സംഭവം തന്നെയാണ് എന്തുള്ളത്, സ്കോർപിയോയും ലിബ്രയും വിജിരോ എല്ലാം ലിയോ എല്ലാം തന്നെയാണ് ഇവിടെ കാണുന്നത്.
അതായത് ഇത് ചതുരത്തിൽ എന്തിനാക്കി നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ചതുരത്തിലാക്കിയത്. ചതുരമല്ല യഥാർത്ഥത്തില് റൗണ്ട് ടൈപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ചതുരത്തിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മേടം ഇടവും മിഥുനം കന്നി തുലാം പറഞ്ഞിട്ട് ഇതുപോലെ വരും. ബട്ട് റിയാലിറ്റി ഇതല്ല. റിയാലിറ്റി ഇങ്ങനെയാണ് ഇരിക്കുന്നത് അർത്ഥം. അതായത് റൗണ്ടിലാണ് ഇരിക്കുന്നത്, വട്ടത്തിലാണ് ഇരിക്കുന്നത് അർത്ഥം. ഓക്കെ, ശരി. ഇനി ഈ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇത് ഈജിപ്ഷ്യൻ ഈജിപ്തിലുള്ള ഒരുപാട് പിക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇതുണ്ട്. ഇതാണ് ഭൂമി. അതായത് ഇതാണ് ഒരു വട്ടം, ഇതാണ് ഒരു ഭൂമി. അപ്പൊ ഇതിനകത്ത് കാണുന്ന റൗണ്ട് ആണ് നക്ഷത്രങ്ങളായിട്ട് ഒരു സ്ത്രീനെ ഉപമിച്ചിട്ട് നക്ഷത്രങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് കണ്ടോ, കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് നക്ഷത്രങ്ങളാണ് അതിന്റെ മുകളിൽ ഇരിക്കുന്നത്. ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് സൂര്യനും ഇപ്പുറത്തെ സൈഡിൽ ചന്ദ്രനും. താഴെ ഉള്ളതാണ് രാഹു കേതു. രണ്ടും ഒരുപോലെ തന്നെ ഉണ്ട്. ഈ എനർജി സൂര്യന്റെ എനർജിയും ഇത് ചന്ദ്രന്റെ എനർജിയാണ്. അതെങ്ങനെയാണ് ആവണേന്നൊക്കെ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. ഈ പിക്ചറൊക്കെ ഒന്ന് നോക്കി വെച്ചു. ഈ കയ്യിലുള്ള ഈ പിക്ചർ ഉണ്ടല്ലോ, ഈ ഒരു കുരിശ് പോലുള്ള സാധനം, ആ കുരിശ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചോ കേട്ടോ കറക്റ്റായിട്ട്. ഇത് ചന്ദ്രനാണ്, ഇത് രാഹു കേതു ഭൂമിയിലാണ്. അപ്പോ ബൈബിളിൽ എന്താ എഴുതിച്ചിരിക്കുന്നത്? ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവം ആകാശത്തെ എടുത്തു ഉയർത്തി പൊക്കി വെച്ചു. അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഈ നീല കളറിൽ കാണുന്നതാണ് ആകാശം. അതുകൊണ്ട് ആകാശം നമുക്ക് നീല കളറിൽ ഒരു പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആകാശമാണ്, അതിന് മുമ്പുള്ള നക്ഷത്രങ്ങളാണ്, ഇതെല്ലാം നക്ഷത്രങ്ങൾ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ സീക്രട്ട് എന്താ വെച്ചാല്, ഇപ്പുറത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ വാട്ടർ പോലുള്ള സംവിധാനം കാണാൻ പറ്റും. വെള്ളം അല്ല എന്നാൽ വാട്ടർ പോലുള്ള ഒരു മോളിക്യൂൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പോളം കാണാൻ പറ്റും. ഇവിടെ നിന്ന് വഞ്ചി കയറി പോകുന്ന ആളുകളുണ്ട്. സോ അവരുടെ പിക്ചേഴ്സ് നിങ്ങൾ നോക്കി നോക്ക്. സോ ആ പിക്ചേഴ്സ് ഒന്ന് നോക്കി നോക്ക്, അവരുടെ രൂപം നോക്കി നോക്ക്. റെഡ് കളർ തലയിൽ പാമ്പുണ്ട്, കയ്യില് ചന്ദ്രനുണ്ട് സൂര്യനുണ്ട്. സോ ഇത് ചന്ദ്രൻ, ഇത് സൂര്യൻ അല്ലെ പിടിച്ചിരിക്കുന്നുണ്ട്. തലയിൽ മയിൽപ്പീലി വെച്ചിട്ടുണ്ട്, നമുക്ക് മയിൽപ്പീലി പോലത്തെ പീലി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു രൂപമുണ്ട് അല്ലെ. സോ ഇവര് എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് കടന്ന് ഇങ്ങോട്ട് ഇത് മുകളിലേക്ക് കയറി പോകുന്ന സീൻ. ഇവര് മുകളിലേക്ക് കയറി പോകുന്നു, അത് കഴിഞ്ഞ് ഇവര് താഴേക്ക് ഇറങ്ങി വരുന്നു. സോ ഇത് താഴേക്ക് ഇറങ്ങി വരുന്ന സീനാണ്. നോക്കിക്കേ, ഡിഫറെന്റ് ആണ്, മാറ്റം കൊണ്ടാണ്. എല്ലാ പിക്ചേഴ്സും അതുപോലെ തന്നെ ഉണ്ട്, ബട്ട് അതിന് രൂപവും ഭാവവും എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ പാമ്പ് മാറിയിട്ടുണ്ട്, ഇവിടെ എനർജി ഫോഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെ. സൂര്യന്റെയും ചന്ദ്രന്റെയും എനർജി ഫോഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് ഒരു വഞ്ചിയാണ്. സോ വഞ്ചി, അപ്പൊ നിങ്ങൾ വഞ്ചിനെ നോക്കിക്കോ. ആകാശത്ത് വഞ്ചി ഉണ്ട്. അപ്പൊ വഞ്ചി പറയുമ്പോൾ നിങ്ങൾ പറയും ആകാശത്ത് വഞ്ചിയാ, ആരവിടെ തൊഴണമെന്ന് ചോദിക്കരുത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇത്തിരി മെമ്മറി വേണം. അപ്പൊ ആകാശത്ത് വഞ്ചി ഉണ്ട്. ആ വഞ്ചി നിങ്ങൾ മൈൻഡ് വെച്ചോ. സോ ഇവിടെ താഴെ ഒരാൾ കെടുക്കുന്നുണ്ട്. ഇത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണിക്കുന്നത്. ഇയാളുടെ കാലിന്റെ അവിടെ ഈ ആകാശത്ത് നിന്ന് വിട്ട് കാലിന്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ കൈ അപ്പുറത്തേക്ക് കടന്നിക്കുന്നുണ്ട് എന്നർത്ഥം. ഇതൊക്കെ മൈൻഡിൽ വെച്ചോ, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഇത് കഴിഞ്ഞ് ഇതേ സിസ്റ്റം തന്നെയാണ്, ഇതേ സംഭവം തന്നെയാണ് ഇവിടെ. ഇത് അറബിക് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്. അപ്പൊ ഇവർ ഈജിപ്തിൽ നിന്നും അറബിക് ജ്യോതിഷം എടുത്ത് കൺവേർട്ട് ആവുന്ന സമയത്ത് ഇവർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ഇവിടെ ഒരു വഞ്ചി കാണും, വഞ്ചി ഇരിപ്പുണ്ട്. ആ ആള് തന്നെ ഇവിടെ ഉണ്ട്. അത് നീല കളറല്ല എന്ന് മാത്രമേ, ആ സ്ത്രീ തന്നെ ഇവിടെ ഉണ്ട്. സോ ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വഞ്ചിയിൽ ഷിഫ്റ്റ് ചെയ്യുന്നു, യാത്ര പോകുന്നു. എല്ലാ ദൈവങ്ങളും വഞ്ചിയിൽ യാത്ര പോകുന്നു എന്നാണ് അർത്ഥം. വഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. സോ വഞ്ചി ഒരു സിംബോളിസം ആണ്. അതിനുശേഷം യിങ് സിംബോൾസ് എന്ന് പറയുമ്പോൾ ഇത് വട്ടത്തിൽ 2 എനർജി പോയിന്റ് ഉണ്ട്. രാഹു കേതു എനർജി പോയിന്റ് ഇവിടെ ഉണ്ട്. അതാണ് യിങ് എന്ന് പറയുന്ന സിദ്ധാന്തം, സിസ്റ്റം. പക്ഷെ ഇനി നമ്മൾ ചെയ്യാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് ദ വേൾഡ് മാപ്പ്. അപ്പൊ അത് എഴുതി വെച്ചിട്ടുണ്ട്, ന്യൂ സ്റ്റാൻഡേർഡ് ഓഫ് മാപ്പ് ഓഫ് ദ വേൾഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് മാപ്പ് ഓഫ് ദ വേൾഡ്, അതായത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ മാപ്പ് എന്ന് പറയുന്നത് ഇതാണ്, വട്ടത്തിലാണ്. ഇതെല്ലാം വട്ടത്തിൽ വരുമ്പോ ഭൂമിയും വട്ടത്തിലാവണല്ലോ. അപ്പോ ഈ വട്ടത്തില് സ്റ്റാൻഡേർഡ് മാപ്പ്, ഇത് ഗൂഗിളിൽ തപ്പിയ നിങ്ങൾക്ക് നാച്ചുറൽ മാപ്പ് കിട്ടും. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഭൂമിയുടെ സെന്റർ പോയിന്റ്. ഇവിടെ നിന്നാണ് എന്റെ തിയറി പ്രകാരം ഭൂമിയുടെ ഈ സെന്ററിൽ നിന്നാണ് എനർജി വന്ന് ആകാശത്തേക്ക് വരുന്നത്. ഇത് ഭൂമിയാണ് താഴെ. അപ്പോ നമ്മൾ മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുന്ന വ്യൂ പോയിന്റ് ആണത്. അപ്പൊ ഭൂമിയാണത്. ഇതിൽ ഇന്ത്യ കാണാൻ പറ്റും നിങ്ങൾക്ക്.
ഇന്ത്യയും എല്ലാ രാജ്യങ്ങളും കാണാൻ പറ്റുമോ? ഓക്കെ, ഇന്ത്യ, ഇവിടെ ഇന്ത്യ ഉണ്ട്, ഉണ്ടോ? എല്ലാ രാജ്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ്. ഇതാണ് ഇരിക്കുന്നത്. എന്റെ തിയറി പ്രകാരം ഭൂമി ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ സൂര്യൻ അന്റാർട്ടിക്കയിൽ കണക്ട് ചെയ്തിട്ട്, സെൻട്രൽ അന്റാർട്ടിക്കയിൽ ആർട്ടിക് പ്രദേശത്ത് സൂര്യൻ കണക്ട് ആയിട്ട് സൂര്യന്റെ വെളിച്ചം അവിടെ ഉണ്ട്. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിൽ ഉണ്ടോ? ജൂൺ മാസത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന പാത 6 മാസം കഴിഞ്ഞാൽ ദക്ഷിണായനം ഉത്തരായനം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ദക്ഷിണായനം ഉത്തരായനം അങ്ങനെ ജൂൺ മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദക്ഷിണായനം സ്റ്റാർട്ട് ചെയ്യും. അല്ല, ഉത്തരായനം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സൂര്യൻ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ സഞ്ചാരം ഇപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഉത്തരായനം ദക്ഷിണായനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിസംബർ മാസത്തില് സൂര്യൻ അങ്ങോട്ട് പോയി. സൂര്യൻ കുറച്ച് അങ്ങോട്ട് പോയി. അപ്പോ ഈ സെന്ററിൽ ഇപ്പൊ ഭൂമിയുടെ സെന്റർ പോയിന്റ് എന്തില്ല? ഭൂമിയുടെ സെന്ററിലേക്ക് വെളിച്ചം വരുന്നില്ല. അതുകൊണ്ടാണ് ആർട്ടിക് പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് സൂര്യൻ 6 മാസം കാണാൻ പറ്റാത്തത്. ഈ പിക്ചറിൽ സൂര്യൻ ഇങ്ങോട്ട് പോയി. കുറച്ച് സൂര്യൻ നിൽക്കുന്ന പോയിന്റ് ഉണ്ടോ? ഇവിടെയാണ്. പക്ഷെ ഈ പിക്ചർ നോക്കുന്നത് സൂര്യൻ അവിടെയുള്ള സൂര്യനെ കുറച്ച് ഇങ്ങോട്ട് നീക്കി. അപ്പൊ ഈ ആർട്ടിക്കിന്റെ സെന്റർ ഭാഗത്തേക്ക് വെളിച്ചം വരുന്നുണ്ട്. അപ്പൊ 6 മാസം അവിടെ വെളിച്ചം ഉണ്ടാവും. ഈ സൂര്യൻ ഇങ്ങോട്ട് നീങ്ങി 6 മാസം അവിടെ വെളിച്ചം ഉണ്ടാവില്ല. ഓക്കെ, അതോടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഗോഡ് ഓഫ് മിത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ലോകത്തിന് കൊടുക്കാൻ പോകുന്ന നമ്മുടെ മാപ്പ് ഇതാണ്. ഇനി നമ്മൾ ഈ മാപ്പ് വെച്ചിട്ടാണ് ഇൻ ഫ്യൂച്ചറിൽ നിങ്ങളെ പഠിപ്പിക്കുക. ഭാവിയിൽ ആസ്ട്രോളജി ഒക്കെ നിങ്ങൾക്ക് ഈ മാപ്പ് വെച്ചാണ് പഠിപ്പിക്കുക. ഈ മാപ്പിൽ സൂര്യനെ സഞ്ചരിക്കുന്നു, ഈ മാപ്പിൽ ചന്ദ്രനെ സഞ്ചരിക്കുന്നു വെച്ചിട്ടുള്ള തിയറിയാണ് കൊണ്ടുവരുന്നത്. ഈ തിയറിയാണ് കറക്റ്റ്. ഇതാണ് സത്യസന്ധമായ തിയറി. റിയാലിറ്റിയിൽ ഇങ്ങനെയാണ് ഭൂമി. ഇങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇത് സത്യം എന്താന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാണ് ഈ പറയുന്ന ചതുരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞത്. ഓരോന്നിനും കറമ്പയും കാര്യമുണ്ട്. ഇത് വട്ടത്തിലാണ് ആക്കേണ്ടത്. പക്ഷെ ഞാൻ ഇത് റൗണ്ടിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഒരു കാരണവശാലും ഇത് മനസ്സിലാവില്ല. അപ്പൊ ഇത് ഇപ്പൊ ചതുരത്തിലാണ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇതിന്റെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ സമയത്ത് നിങ്ങളെ ഞാൻ ഇതെല്ലാം റൗണ്ടിൽ പഠിപ്പിക്കും. സോ ഇതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രാക്ഷസന്റെ ഫേസ് നിങ്ങൾ കണ്ടുല്ലോ. ആ ഫേസ് കൂടെ ഇത് അയ്യപ്പന്റെ ഫോട്ടോ ആണ്. അയ്യപ്പന്റെ ഫോട്ടോയിൽ ആ രൂപം നിങ്ങൾക്ക് മുകളിൽ നോക്കി കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളിൽ ഇത് കണ്ടോ? ഈ രൂപം അതേ രൂപം എന്നല്ല കണ്ടോ? ഫേസ് കണ്ടോ? അതേ രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു രാക്ഷസന്റെ രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഇതുണ്ട്. എല്ലാ അമ്പലങ്ങളുടെ മുകളിലും ഇവനാണ് രാജാവ്. കണ്ടോ? എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ രൂപം തന്നെയാണ് നിങ്ങൾക്ക് വട്ടത്തില് ഞാൻ കാണിച്ചിരുന്ന രൂപം. അത് എല്ലാ അമ്പലത്തിന്റെയും ടോപ്പ് ഭാഗത്ത്, അതിന്റെ താഴെയാണ് ദൈവങ്ങൾ. അതായത് കണ്ടോ, ദൈവങ്ങൾ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? പാവം ഒക്കെ താഴെയാ. ഏറ്റവും ടോപ്പില് ഇവനാണ് ഇരിക്കുന്നത്. ഇത് താഴെയാണ് ദൈവങ്ങൾക്ക് സ്ഥാനമുള്ളൂ. ഓക്കെ, വഞ്ചി കണ്ടോ? ഇത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇവിടെ ആ വട്ടത്തിൽ വരച്ചിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ സെൻട്രലായിട്ട് മറ്റേ ആ രൂപം അവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് തലയ്ക്കായിട്ട് അതിന്റെ രൂപം കറക്റ്റ് ആയിട്ട് കാണാം. കണ്ടോ? കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. സോ ഇതിന് ടോപ്പിൽ കാണുന്നതാണ് വഞ്ചി. കണ്ടോ? അത് വഞ്ചിയാണ്. നിങ്ങൾ വേറെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കിക്കോ. അല്ല, നിങ്ങളെ പാട്ട് കേട്ടോ, വഞ്ചി ഭൂമി എന്ന് പറഞ്ഞിട്ട് ആ വഞ്ചിനെ അടയാളപ്പെടുത്തുന്നുണ്ടാവും. അതുകൊണ്ടാണ് വഞ്ചി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ സെന്ററിലും ആ രൂപത്തിന് കാണാൻ പറ്റും. മനസ്സിലായിട്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടി കുട്ടി ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ എല്ലായിടത്തും ഈ രൂപം ഉണ്ടാവും. ഈ രൂപം ഇല്ലാത്ത ഒരു ക്ഷേത്രവും ഈ ഭൂമിയിലില്ല. ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലായിടത്തും ഈ രൂപം ഉണ്ടായിരിക്കും. ഈ രൂപം ഇല്ലാത്ത നിങ്ങളുടെ നാട്ടിലെ കുറ്റമ്പലങ്ങളിലും ഇതുണ്ടായിരിക്കും. വഞ്ചി. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി ഇതുപോലെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്. നിങ്ങളെ അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങി 27 നക്ഷത്രങ്ങളും ടോട്ടൽ 28 നക്ഷത്രം അടക്കം നിങ്ങളെ പഠിപ്പിക്കും ഭാവിയിൽ. അപ്പോ ഇതെല്ലാം സെക്കൻഡ് ലെവൽ കോഴ്സിലാണ് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വരാട്ടോ. അതുകൊണ്ടാണ് സെക്കൻഡ് ലെവലിൽ വേഗം പൈസ അടച്ച് കേൾക്കാൻ മക്കളെ. ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അതൊക്കെ സെക്കൻഡ് ലെവൽ കോഴ്സിലുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇത് കിട്ടാൻ പോണില്ല. ഈ സീക്രട്ട് ഒരിക്കലും അവർ മനസ്സിലാക്കാണ്ട് മരിച്ചു പോവുക. അതാണ്. അപ്പൊ നമ്മുടെ ഇന്ന് മാത്രമേ ലോകത്ത് കിട്ടുള്ളൂ. ഇനി ഇത് ഭൂമിയിൽ നിങ്ങൾ എവിടെ പോലും കിട്ടില്ല. ഇത് എന്റെ ഒന്നല്ലാണ്ട് വേറെ എവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല, കിട്ടില്ല. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ റൗണ്ടിലാക്കിയിട്ട് നിങ്ങൾ പഠിപ്പിക്കും. 1-ാം പാദം 2-ാം പാദം തുടങ്ങി 27 നക്ഷത്രങ്ങളും പാദങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കും. കേട്ടോ? വട്ടത്തില്. അങ്ങനെയാണ് ഇനി നിങ്ങൾ പഠിപ്പിക്കുക. ഈ സിദ്ധാന്തമാണ് നമ്മൾ ഇനി ലോകത്തിലേക്ക് കൊണ്ടുവരാം. തിയറി എന്ന് പറഞ്ഞിട്ട് ഈ ആസ്ട്രോളജിനെ നമ്മൾ റൗണ്ടിലാക്കും, വട്ടത്തിലാക്കും. ചതുരം നമ്മൾ വട്ടത്തിലാക്കും. അല്ല, ഇതുപോലെ ആക്കി നിങ്ങളെ കാലചക്രം ഇതുപോലെ ആക്കി 12 കറണ്ടിൽ ഇതിങ്ങനെ ആക്കി ഇങ്ങനെ പഠിപ്പിക്കും.
സബ്ജക്റ്റ് ആളെ മ്യൂട്ട് ചെയ്ത ഇതെല്ലാം നിങ്ങൾ ശരീരം എല്ലാം പഠിപ്പിച്ചാണല്ലോ. ഹെഡ്, ഫേസ്, നെക്സ് ഇതെല്ലാം പഠിച്ചാണ് നിങ്ങൾ. ഈ ചതുരം ഇങ്ങനെയാണ് ആകാശം. പക്ഷെ നിങ്ങൾ ചതുരത്തിലാണ് പഠിക്കുന്നത്. ഇനി നമ്മളത് റൗണ്ടിൽ നിങ്ങൾക്ക് പഠിപ്പിക്കും. ഡിഗ്രി 30 ഡിഗ്രി മുതൽ 360 ഡിഗ്രി, അതായത് 0 മുതൽ 360 ഡിഗ്രി നിങ്ങൾക്ക് റൗണ്ടിലായിരിക്കും പഠിപ്പിക്കുക. സെക്കൻഡ് ബാച്ചിലുള്ളവർക്ക് സെക്കൻഡ് കോഴ്സിൽ ചേരുന്നവർക്ക് ഇതുപോലെ ഇതെല്ലാം പഠിപ്പിച്ചു തരും. ഇതിന്റെ സീക്രട്ട് എന്താണ്, ഈ റൗണ്ടിലേക്ക് ഇതുപോലെ വട്ടത്തിലാക്കി, ഈ ചതുരം എന്നുള്ളത് വട്ടത്തിലാക്കി തരും നിങ്ങൾക്ക്. ഇതെല്ലാം പഠിക്കാനുള്ള ഇത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. ഓക്കെ, സെക്കൻഡ് ലെവലിൽ ചേർന്നവർക്ക് മാത്രമാണ് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ എന്നർത്ഥം. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് പ്രോപ്പറായിട്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും ചതുരത്തിലുള്ളത്. സോ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡാറ്റാസ് ഇതിനകത്ത് കുറച്ച് ഞാൻ കയറ്റിയിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഒരുപാടില്ല. ഒരു ഡാറ്റ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ റെഡി ആക്കി തന്നിട്ട് ഇതുപോലെ. സോ നിങ്ങളോട് ഞാൻ പറഞ്ഞു ആ ഒരു ചതുരത്തിലുള്ള സംഭവം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ചതുരത്തിലുള്ള സംഭവമാണ് ഈ ഒരു സംഭവം, അതായത് ആ കുരിശ്. ഇത് സൂര്യൻ, അതായത് സൂര്യനാണ്. സൂര്യന്റെ മുകളിൽ ഒരു കൊളുത്തിട്ടിട്ട് അതിന് തൂക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് ഈ പിക്ചർ കാണുന്നത്. അടുത്ത പിക്ചർ നോക്കിയാൽ അത് സൂര്യനാണ് അല്ലെ, റൈറ്റ്? സൂര്യൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സൂര്യന്റെ കണ്ടോ, ഈ സൂര്യൻ രണ്ട് കൈ മുഖാന്തരം ഇവിടെയുള്ള ആളുകൾക്ക്, മാലാഖമാർക്ക്, ഇവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. ചതുരത്തിലുള്ള കുരിശ് ഞാൻ നേരത്തെ കാണിച്ചില്ല നിങ്ങൾക്ക്. ഈ സംഭവം കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ നോക്കി, ഈ റൗണ്ട് മൊത്തത്തിൽ നോക്കിയാ കണ്ടോ, ഈ റൗണ്ടിൽ മൊത്തത്തിൽ ഈ ഒരു സിമ്പിൾ കാണാൻ പറ്റും. സൂര്യന്റെ എനർജി, അതായത് ഹൃദയം എന്ന് പറയുന്ന യേശു ക്രിസ്തു കറക്റ്റ് ആയിട്ട് എടുത്ത ഈ സാധനം ഇതാണ് സൂര്യന്റെ ഉള്ളിൽ നിന്ന്. ആ സൂര്യൻ കൊടുക്കും. കണ്ടോ ഇവിടെ നിങ്ങൾ നോക്ക്, സൂര്യന്റെ ഹാൻഡ് കണ്ടോ, ഹാൻഡ് ഓക്കെ കണ്ടു. നോക്കി ഇവിടെ ഒരു പോയിന്റ് ഉണ്ടോ, ദേ കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ പോയിന്റ്. അത് ഇവിടെ കണ്ടോ ഒരു പോയിന്റ്. ഇതാണ് ആ സാധനം. അപ്പൊ അതായത് സൂര്യനിൽ നിന്നും കൈകൾ വരുന്നുണ്ട്. കൈകൾ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ സഹായം ചെടികൾക്ക്, അതുപോലെ തന്നെ വൃക്ഷങ്ങൾക്ക്, എല്ലാത്തിനും സൂര്യന്റെ കൈകൾ വരുന്നുണ്ട്. ബട്ട് സൂര്യന്റെ കൈകളുടെ ഉള്ളിൽ സീക്രട്ട് ആയിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്. കണ്ടോ കണ്ടോ, ഇവിടെ രണ്ടെണ്ണം കണ്ടോ. അങ്ങനെ 10,000 എണ്ണത്തിന്റെ ഉള്ളില്, സൂര്യന്റെ എനർജിയുടെ ഉള്ളില്, അതായത് സൂര്യന്റെ എനർജിയുടെ ഉള്ളില് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രണ്ട് എനർജി ഫോഴ്സ് ഉണ്ട്. ഈ എനർജി ഫോഴ്സ് ആണ് നിങ്ങൾക്ക് തരാം. അതേപോലെ തന്നെ സൂര്യന്റെ കൈകളിൽ നിന്ന് ഇങ്ങനെ വന്നൊരു ഹാൻഡ് ഉണ്ട്. ഹാൻഡ് എന്ന് പറഞ്ഞാൽ സഹായം എന്നർത്ഥം. ആ സഹായത്തിലെ ചില ഹാൻഡിന്റെ ഉള്ളില് ഈ സിംബോളിസം കാണാൻ പറ്റും. കണ്ടോ, ഇതുണ്ട്. ലോകത്ത് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഇൻഫർമേഷൻ ആണിത്. നിങ്ങൾ ഈ ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. ബട്ട് ഇതുപോലെ ഇൻഫർമേഷൻ ഭൂമിയിൽ ഇനി നിങ്ങൾക്ക് ആരും തരാനില്ല എന്നർത്ഥം. നിങ്ങൾക്ക് ഇതിനും മുകളിൽ ഒരു ഇൻഫർമേഷൻ, ഇതിനും മുകളിൽ ഒരു അറിവ് ഇനി ഭൂമിയിൽ ഇല്ല. ഇതാണ് ഫൈനൽ അറിവ്, അവസാന അറിവ്. ഇതിനപ്പുറത്ത് വേറെ നോളജ് ഇല്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭൂമിയിലെ ആസ്ട്രോളജിക്ക് അപ്പുറത്ത് ഒരു നോളജ് ഈ ഭൂമിയിൽ ഒന്നുമില്ല. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോലും, ഡോക്ടറേറ്റ് എടുക്കാൻ പോലും ശരി, നിങ്ങൾ PhD എടുക്കാൻ പോവോ, ഇതൊന്നും നല്ല അറിവ്. യഥാർത്ഥ അറിവ് ഈ ഭൂമിയിൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ്, ചത്തുപോകുന്നതിന് മുമ്പ്, മരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രം, ഒരു സത്യമാണിത്. ഇത് മനസ്സിലാക്കിയിട്ട് ആരാണോ മരിക്കുന്നത് അവന്റെ അടുത്ത ജന്മം ഈ പ്രകൃതി നിയമങ്ങളെ കുറിച്ചും പ്രകൃതിനെ കുറിച്ചും ലോകത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അടുത്തൊരു ജന്മം. ഉദാഹരണത്തിന് നമ്മളിപ്പോ ചില കുട്ടികൾ 2 വയസ്സിൽ 3 വയസ്സിലൊക്കെ ഡാൻസും പാട്ടൊക്കെ കളിക്കും. ഡാൻസും പാട്ടൊക്കെ കളിച്ചിട്ടാണ് അവർ കളിക്കുന്നത്. മുൻജന്മ കർമ്മത്തിലുള്ള ഒരു കണക്ഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ ക്രോഡീകരിച്ചത് സെക്കൻഡ് ലെവൽ കോഴ്സ് എടുത്ത് ഇതെല്ലാം പഠിച്ച് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുക. പഠിക്കണം എന്നൊന്നുമില്ല, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇനി ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്ട് നിങ്ങൾക്ക്.
ഇതെല്ലാം മനസ്സിലായിട്ട് നിങ്ങൾ മരിക്കുമ്പോൾ അടുത്തൊരു ജന്മം എന്ന് പറയുന്നത് ഈ ടീം നമ്മുടെ ടീമുമായി ബന്ധപ്പെട്ടാണ് വരിക. അതായത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയാണ് നിങ്ങളും ജനിക്കാൻ പോകണമെന്ന് അർത്ഥം. അപ്പൊ ഇതെല്ലാം സെക്കൻഡ് ലെവൽ കോഴ്സിൽ മാത്രമാണ് ഇതിന്റെ സീക്രട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിക്കുള്ളൂ. ഓരോന്ന് അഴിച്ച് പണിത് നിങ്ങൾ ഓരോന്ന് പഠിപ്പിക്കും. അപ്പൊ ഈ ഇൻഫർമേഷൻ ക്രോഡീകരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണോ അതോ ഇവിടെ വെച്ച് നിർത്തണോ? അതായത് നിങ്ങൾക്ക് ഈ ഈ കോഴ്സിന്റെ അവസാനം നിങ്ങൾക്ക് കാര്യങ്ങളും ആപ്ലിക്കേഷൻ കാര്യങ്ങളും തന്നിട്ട് ഈ കോഴ്സ് നിർത്തിയിട്ട് ഇവിടെ വെച്ച് നിർത്തണോ, അത് ഇവിടുന്ന് വീണ്ടും റീസ്റ്റാർട്ട് വീണ്ടും തുടങ്ങണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ സെക്കൻഡ് ലെവല് കോഴ്സിൽ വരുന്നവർക്ക് ആണ്. അത് അത്രയും ഡീപ്പായിട്ട് അത്രയും ത്യാഗം സഹിച്ച് ഇതെല്ലാം ഇനി മനസ്സിലാക്കിയിട്ട് മരിച്ചാൽ മതി. എനിക്ക് പണം എന്നല്ല എന്റെ വിഷയം, പൈസ അല്ല വിഷയം, ഇൻഫോർമേഷൻ ആണ്, അറിവാണ് ലോകത്തെ ഏറ്റവും വലിയ, പണത്തിനേക്കാളും മൂല്യമുള്ളത് അറിവാണ്. ആ അറിവിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോണം. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് നമ്മുടെ കൂടെ വന്നിട്ട് കാരണം. അങ്ങനെ ഒരാളവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത സെക്കൻഡ് ലെവൽ കോഴ്സ് ഇപ്പൊ അടുത്ത ശനിയാഴ്ച സ്റ്റാർട്ട് ആവും. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ അർത്ഥം. ഇതുപോലത്തെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് മരിച്ചു പോകണോ അതോ കിട്ടാതെ മരിച്ചു പോകണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇപ്പൊ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, അതൊന്നും ഇനിയിപ്പോ ഇവിടെ എടുത്തിട്ട് കാര്യമില്ല. ഒരുപാടുണ്ട്, ഇതിനൊന്നും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. സോ ഓക്കെ, ഇതാണ് സംഭവം. ഇത്രയുള്ള കാര്യം. ഇത് നിങ്ങളെ പഠിപ്പിക്കുക, മനസ്സിലാക്കി തരാം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇതിനെ വിട്ട് കളയാവുന്ന. ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇനി ചെയ്തു തരാനുണ്ട്. ഇനിയും ലോകത്ത്. അതാണ് ഫൈനൽ അറിവ്, ഫൈനൽ നോളജ് എന്ന് പറയുന്നത്. ഇതിലും അപ്പുറത്ത് വേറൊരു നോളജ് നിങ്ങൾ ആരെങ്കിലും അത് പഠിപ്പിക്കുമെന്ന് പറയുകയാണെങ്കിൽ അത് വെറും തെറ്റാണ്. ഇതിനപ്പുറത്ത് ഒരു നോളജിന് ഭൂമിയിലില്ല. ലാസ്റ്റ് ഇൻഫർമേഷൻ ഇതാണ്. ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇനി നിങ്ങൾ ലോകത്തെ കാണേണ്ടത്, ഭൂമിയെ മനസ്സിലാക്കേണ്ടത്. ഭൂമിയുടെ കർമ്മ, ഭൂമി എപ്പോൾ നശിക്കും, എങ്ങനെ ഭൂമി ഉയർത്തെഴുന്നേറ്റല് നക്ഷത്രങ്ങൾ മുഖാന്തരം ജനങ്ങൾ എങ്ങനെയാണ് ജനിക്കുക, മനുഷ്യന്മാരുടെ ജീവിത രീതി എങ്ങനെയാണ് മാറുന്നത്, കാലചക്രം എങ്ങനെയാണ് തിരിയുന്നത്, 1000 10,000 വർഷം കഴിയുമ്പോഴും കാലചക്രം തിരിഞ്ഞിട്ട് മനുഷ്യന്മാർ എങ്ങനെയാണ് ഭൂമിയിൽ ഇനി ജനിക്കുക, ഇനി നമ്മുടെ അതായത് നിങ്ങൾ മരണശേഷം ഇനി നിങ്ങളുടെ ആത്മാവ് എവിടെയാണ് പുനർജനിക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ, അതായത് ഈ സെക്കൻഡ് ലെവൽ കോഴ്സിൽ നിന്ന് കിട്ടും. സെക്കൻഡ് ലെവൽ കോഴ്സ് നിങ്ങളുടെ കോഴ്സ് തീർന്നിട്ടില്ല. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എടുക്കാനുണ്ട്. ഇവിടെ ചേച്ചിമാർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിപ്പിച്ച് തരാനുണ്ട് ഞാൻ. അതല്ല ഇത് സെക്കൻഡ് ലെവൽ കോഴ്സിനെ കുറിച്ച് പറഞ്ഞത്. ഇത് വേറെ കംപ്ലീറ്റ് ടോട്ടലി സെക്കൻഡ് ലെവൽ കോഴ്സാണ്. ടോട്ടൽ ഡിഫറെന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നിങ്ങൾ തീരുമാനിക്കും എങ്ങനെ വേണം, എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ഇങ്ങനെയല്ല, ഇനിയും ഇതിനേക്കാളും ഹൈടെക് രീതിയിൽ പഠിപ്പിക്കും. ചുമ്മാ ജസ്റ്റ് പ്രൊജക്ടർ വെച്ച് കാണിച്ചെന്ന് മാത്രമല്ല. പക്ഷെ ഇതിങ്ങനെയല്ല, ഹൈടെക് ഒരു 3D കാണുന്നത് പോലെ നിങ്ങളെ ഈ ഭൂമിയും രൂപവും എല്ലാം ഞാൻ കാണിച്ചു തരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങളെ എന്നിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇതിനെ തകർക്കാൻ ഒരുത്തൻ, അങ്ങനെ ഒരാൾ ഇതുവരെ ജനിച്ചിട്ടില്ല. ഞാൻ ജനിക്കുമ്പോഴല്ലേ നമുക്ക് ആലോചിക്കാം. ഇതിനെ തകർക്കാൻ പറ്റില്ല. കാരണം ഇത് നാച്ചുറൽ കറക്റ്റ് നിങ്ങൾ പ്രൂഫ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓരോ വ്യക്തി ആര് വന്നാലും അവൻ ഇങ്ങനെയാണ്, എന്റെ ജീവിതം ഇങ്ങനെയാണ് ജീവിക്കുക, ഇതാണ് കർമ്മ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവരാം. ഓക്കെ, സോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമാണ്. പറഞ്ഞോളൂ, ഒരു 10 മിനിറ്റ്. എന്തെങ്കിലും മനസ്സിലായോ? ഇത് കണ്ടിട്ടൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ മനസ്സിലാക്കിയതൊന്നും അല്ല ഈ ലോകം എന്ന് മനസ്സിലായി മിത്രൻജി. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ അറിഞ്ഞതും ഒന്നും അല്ല. അതിന്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചതും അറിഞ്ഞതൊന്നല്ല, അതിനപ്പുറത്ത് ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട്. ഇതൊക്കെ എന്റെ തലയിലുള്ളിലാണ് മാത്രം. ഇത് എന്റെ തല വെട്ടിപ്പൊളിച്ചാലും കാണാൻ പറ്റില്ല. ഇത് ഞാൻ തുറന്ന് പറഞ്ഞത് തന്നെ വേണം. എന്നെ കൊണ്ടുപോയിട്ട് ജയിലിട്ടൊരു കാര്യമൊന്നുമില്ല. ഇത് എന്നെ കൊണ്ട് സിമ്പിളായിട്ട് ചോദിച്ച് മനസ്സിലാക്കാന്നല്ലാണ്ട് ഇതൊരിക്കലും ഞാൻ കൊടുക്കില്ല. അനുദീപ് ഇന്ന് വന്നപ്പോ ഇവിടെ പറഞ്ഞില്ല 1% അല്ലെ എന്റെ തലയിലുള്ള ഇൻഫർമേഷൻ 1% പുറത്തോട്ടുള്ളൂ. 99% ഇൻഫർമേഷനും ഇതിനുള്ളില. ഇപ്പൊ പറഞ്ഞതെല്ലാം അമ്പലം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലേ പറഞ്ഞത്? ഇതെന്നേരം ഇത് പള്ളിയുമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ പറ്റുമോ? യേശുവിന്റെ കയ്യിലുള്ള യേശുവിനെ കുറിച്ച് പറയുന്നല്ലോ. ആ കുരിശിന്റെ കാര്യം പറഞ്ഞു. മിത്രൻജി, മധുവാണ്.
അത് സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് സമുദ്രത്തിൽ ഇനിയും നിന്ന് ഇനി അറിയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഞാൻ അറിവിന്റെ ഇത് എന്റെ തലയിൽ അറിവുണ്ടെന്ന് ഞാൻ അഹങ്കരിക്കണമെന്നില്ല. എനിക്ക് അങ്ങനെ അഹങ്കാരം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തണം? ഞാൻ അങ്ങനെ അഹങ്കരിക്കുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ? ഇപ്പൊ നിങ്ങളൊരു ഗുരുവിനെ ഫോളോ ചെയ്യുമ്പോ ഇവൻ എന്തെല്ലാം അറിയാം, ഇവനെ ഫോളോ ചെയ്ത ഉപകാരം ഉണ്ടായിരിക്കും നാളെ. അതിനാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാതെ ഞാൻ വലിയ മഹാനാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇത് തരുന്ന ആളുകളുണ്ട്, ഞാൻ അവരെ നമിക്കുന്നു, അവരിത് എനിക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് തരുന്നു. പക്ഷെ അവരെ ഇനിയും തരാനുണ്ട്. നിങ്ങൾക്ക് തരുമ്പോഴാണ് അവൻ എനിക്ക് ഇങ്ങോട്ട് തരുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. തരുമ്പോ എനിക്കൊന്ന് വേറെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കേട്ടതിന് നമുക്കേ അത്ര ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഈ പുതിയ സെക്കൻഡ് ലെവലിലെ ഇൻഫർമേഷൻസ്. പക്ഷെ ഒരു ഐഡിയ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ പൗരാണികമായിട്ട് ഈ ഭൂമിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് വിജ്ഞാനികള്. നമ്മൾക്ക് അത് ഡീകോഡ് ചെയ്തെടുക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും, നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിസർച്ച് വിങ്ങായിട്ട് ഒരു ടീമായിട്ട് പോയി കഴിഞ്ഞാല് ഇവിടെ ആ ഹിസ്റ്ററി നമ്മൾ മുഖാന്തരം റിപ്പീറ്റ് ചെയ്യും. ഈ തിയറി ലോകം മുഴുവൻ നമ്മളിലൂടെ വരും. നിങ്ങളൊക്കെ ഇതിന്റെ ആണിവേരുകളാവും അർത്ഥം. അതിൽ ഞാൻ വയസ്സായി, ഞാൻ അമ്മൂമ്മ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഫൈറ്റ്, യുദ്ധമാണ്. ഇവിടെ യുദ്ധം മനസ്സിന്റെ. നിങ്ങൾ വാളെടുത്ത് വെട്ടാനോ തോക്കെടുത്ത് വെടിവെക്കാനോ പറയുന്നില്ല. മനസ്സുകൊണ്ട് തലത്തിലുള്ള യുദ്ധമാണ്. വാർ യുദ്ധം, മൈൻഡ്പരമായിട്ടുള്ള യുദ്ധം, അറിവ് എടുക്കാനുള്ള യുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് യൂട്യൂബ് ചാനല്, ഇൻസ്റ്റാഗ്രാം, വിക്കിപീഡിയ, ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ യുദ്ധമാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുന്നു, യുദ്ധം, വാർ. നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ യുദ്ധമാണ്. അവിടെ തല്ലി, ഇവിടെ ഇടി, വെട്ട്, കുത്ത്. ഒരുത്തൻ ഫേമസ് ആവാൻ ശ്രമിക്കുന്നു, ഒരുത്തൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, ഒരുത്തൻ ഇളിക്കുന്നു, ചിരിക്കുന്നു, ഒരുത്തൻ തുണിയില്ലാണ്ട് കാണിക്കുന്നു, തുണിയില്ലാതെ വരുന്നു. ഇതെല്ലാം ഒരു വാറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോകുന്നത്. യുദ്ധം, അവിടെ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഇതെല്ലാം യുദ്ധമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു യുദ്ധമാണ്. അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യുന്ന യുദ്ധമാണ്. അപ്പൊ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നതേ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്, യുദ്ധം ചെയ്യാനാണ്. അറിഞ്ഞോ അറിയാതെയോ അവൻ മാനസിക തലത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. നിങ്ങളൊരു വീഡിയോ കാണുന്നത് ഒരു യുദ്ധമാണ്. നിങ്ങളുടെ തലച്ചോറിനോട് സൃഷ്ടിക്കുന്ന ഒരു യുദ്ധം. ആ യുദ്ധമാണ്. യുദ്ധത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് എന്താ സംഭവം. അപ്പൊ ഈ യുദ്ധം ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി ജനങ്ങളെ തിരിച്ച് തമ്മിൽ തല്ലിച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി, നീ ക്രിസ്ത്യാനി, നീ ഹിന്ദു, നീ മുസ്ലിം എന്ന് പറഞ്ഞ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി സൈക്കോളജി മാറ്റി, അങ്ങനെയാണ് യുദ്ധം ഉണ്ടാവുക. മനുഷ്യനെ തന്നെയാണ് കൊല്ലുക. അല്ലാതെ ഒരിക്കലും വേറെ രീതിയിൽ ഈ ഭൂമി നശിക്കില്ല, മനുഷ്യൻ നശിക്കില്ല. മനുഷ്യന്റെ നാശം എന്ന് പറയുന്നത് നമ്മൾ മുഖാന്തരം, നമ്മുടെ മൈൻഡ്, മനസ്സ്, ചിന്തയിലൂടെ ഈ പറയുന്ന ഭൂതത്തിനെ ഉണ്ടാക്കണോ, ഭൂതത്തിലല്ല, ഈ ചിന്തയിലൂടെ നമ്മൾ ഈ സാത്താനെ ഉണ്ടാക്കണോ അതോ ദൈവത്തിനെ ഉണ്ടാക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചിന്തയാണ് പ്രധാനം, ചിന്തകളാണ് പ്രശ്നം. ആ ചിന്തയിലൂടെയാണ് നിങ്ങൾക്ക് ഉള്ള കുട്ടി ജനിക്കുന്നതും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നതൊക്കെ നിങ്ങളുടെ ചിന്തയിലൂടെയാണ്. നിങ്ങളുടെ ചിന്തയിലൂടെയും നിങ്ങളുടെ എന്താ പറയാ, കുറച്ചു നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ കുട്ടീനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ കുട്ടി വേണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയൊന്നുമല്ല. തനിയെ ഉണ്ടായതാ. നിങ്ങളെ കുറച്ചു നേരം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം കുട്ടി തനിയെ ജനിക്കുന്നു. നിങ്ങളുടെ അറിവുകൾ വിട്ടല്ല ജനിക്കുന്നത്. നിങ്ങൾക്ക് പോലും അറിയില്ല കുട്ടി എപ്പോഴും ഉണ്ടാവും. അതും ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിലൂടെ തന്നെയാണ് കുട്ടി ജനിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സകലമാന കാര്യങ്ങളും, നിങ്ങൾ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റുകൾ, എല്ലാ കാര്യങ്ങളും ഒരു യുദ്ധത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംഭവിക്കുന്നത്. അതൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. ഈ മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത് അർത്ഥം. മാനസിക തലത്തിലുള്ള യുദ്ധം, നമ്മളും യുദ്ധം തന്നെയാണ് ചെയ്യുന്നതെന്ന് അർത്ഥം. അറിവിന്റെ തലത്തിലുള്ള യുദ്ധം, അതിലേക്ക് ഒരു ടീമിനെ കൊണ്ടുവന്ന് ഒരു സിസ്റ്റത്തെ കോർഡിനേറ്റ് ചെയ്ത് അതിലൂടെ പോകുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ ബാധിക്കാതെ നമ്മൾ സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് ബുദ്ധിസം, ജൈനിസം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ജാതി ഒരു മതം ദൈവമുണ്ട്, പിന്നെ ശങ്കരാചാര്യര്, അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവരുന്നത് അവർ ഒരു യുദ്ധത്തെ ഉണ്ടാക്കി യുദ്ധത്തിൽ ജയിച്ച രാജാവാണ് അവര്. ആ യുദ്ധത്തിൽ ജയിച്ച രാജാവിനെ അവർ ഫോളോ ചെയ്യുന്ന അർത്ഥം. അങ്ങനെ ദൈവങ്ങളെല്ലാം ഓരോ രാജാക്കന്മാരാണ്. ഒരു യുദ്ധം ജയിക്കുമ്പോൾ അവർ ദൈവമായിട്ട് മാറുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള കുലദൈവം എന്ന് പറയുന്ന ആരാ? രാജാവ്. നിങ്ങളുടെ കുലത്തിനെ സംരക്ഷിച്ച ദൈവം. അതല്ല വാളും വടിവാളും തോക്കൊക്കെ പിടിച്ചിട്ടുള്ള കുലദൈവങ്ങൾ നിങ്ങൾക്ക്. അല്ലാണ്ട് ആരെങ്കിലും വാള് പിടിച്ചിട്ടുള്ള ദൈവത്തെ ആരാധിക്കും? നിങ്ങളുടെ കുലദൈവ ക്ഷേത്രത്തിലെ അമ്പലത്തിൽ ദേവി വാളും പിടിച്ചിട്ടില്ലേ? അല്ലെ? അല്ലെങ്കിൽ കൊടുവാളും പിടിച്ചിട്ടിരിക്കില്ല. എന്തിന് തലവെട്ടി മതങ്ങളെ തലവെട്ടി പിടിച്ചിട്ടില്ല? നിങ്ങൾ ആരെങ്കിലും പോയിട്ട് തലവെട്ടി ദൈവമേ അതിന്റെ സയൻസ് എന്താ? തലവെട്ടി, അതായത് ആ നിങ്ങളുടെ കുലത്തിനെ സംരക്ഷിച്ച യുദ്ധം ചെയ്ത്
നിങ്ങളുടെ കുലത്തിനെ സംരക്ഷിച്ചത് ആരാണോ അവനാണ് നിങ്ങളുടെ ദൈവം. യുദ്ധവീരനാണ് ദൈവം. യുദ്ധത്തിൽ ജയിച്ചവൻ ആരാണോ അവരാണ് നിങ്ങളുടെ ദൈവം. നാളെ നിങ്ങൾക്ക് അനുദീപിനായാലും ഇവിടെ അമ്മിണി ചേച്ചിക്കായാലും മധുകുമാർ ചേട്ടന്റെ രൂപം വെച്ച് ആരാധിക്കാനുള്ള ഒരു യോഗം ഉണ്ടാക്കണ്ടേ? നിങ്ങൾ നാളെ കുല ദൈവമാവണം. നിങ്ങൾ ദൈവമാവും. നമ്മൾ ഫോട്ടോ വെക്കുന്നുണ്ട്, ബട്ട് ദൈവമാവാൻ പറ്റും നമുക്ക്. നിങ്ങൾ തന്നെ ഒരു മനുഷ്യനെ തന്നെ ദൈവമാക്കാൻ പറ്റും. ആ എനർജി തന്നെ ദൈവമായിട്ട് മാറും. അങ്ങനെ പണ്ട് ചെയ്തതുകൊണ്ട് ഇന്ന് കുലദൈവമായിട്ട് ആരാധിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ കുലദൈവമായിട്ട് അവർ ആരാധിക്കും. തീർച്ചയായിട്ടും ചെയ്യും. കാരണം അത് തമിഴ്നാട്ടിൽ പോയാൽ കാണാം. കന്നി ദൈവം എന്ന് പറഞ്ഞിട്ട് 16 വയസ്സിനുള്ളിൽ മരിച്ചു പോയ ആത്മാവിനെ എടുത്തിട്ട് അവർ വിളക്കത്തിച്ച് ഫോട്ടോ വെച്ച് ഫ്രെയിം ചെയ്ത് പ്രാർത്ഥിക്കും. പെൺകുട്ടികളാണ് അത് കൂടുതലും ചെയ്യുക. കന്നി ദൈവം എന്ന് പറയുന്നത് ദൈവമായിട്ട് ആരാധിക്കുന്നില്ലേ മനുഷ്യനെ? ഇപ്പോഴുണ്ടല്ലോ. സോ ചിന്തിക്കും. ഇവിടെ ഇനിയും നോളജും ഇൻഫർമേഷനും ഒരുപാടുണ്ട്. വേണമെങ്കിൽ നിൽക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. ബട്ട് ഒരു കാര്യമുണ്ട്, നിങ്ങള് വിട്ടിപ്പെടുത്ത് പോയാലും നിങ്ങൾ എന്നെ രഹസ്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഉറപ്പാണ്. ശത്രുക്കളായാലും നിങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിനെ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെയാണ്. ഇതൊന്നും എന്റെ പ്ലാൻ അല്ല. ഇതൊക്കെ മുകളിൽ ഒരാളുണ്ട്, അവര് പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ. സോ എംബർഗറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ. 1 lakh ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തോട്ടോ. നമ്മുടെ ടീമിന്റെ ഭാഗം, അത് ടീമിന്റെ ഫിസിക്കലി ഭാഗം, ഇത് മെന്റലി ഭാഗം. നിങ്ങളിപ്പോ മെന്റൽ ഭാഗമായിട്ടിരിക്കുന്നത് മൈൻഡ് പരമായിട്ട്. ഫിസിക്കലുമായിട്ട് നമ്മളുമായിട്ട് അമലമായിട്ട് ആണെങ്കിൽ നിങ്ങൾ എംബർഗറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുന്നുണ്ട്. വേണമെങ്കിൽ പോലെ കിട്ടിയ അവസരം കളയുന്നതാണ്. തൃശ്ശൂരത്തെ എംബർഗറിൽ നിന്ന് 2 പേര് ഒഴിവാകുന്നുണ്ട്. അവരുടെ കല്യാണം കാതുകുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകുന്നുണ്ട്. അതിലേക്ക് എൻട്രി വേണമെങ്കിൽ നിങ്ങൾ കയറിക്കോ തൃശ്ശൂരിലേക്ക്. ഓക്കെ. അപ്പോ അത് ഫിസിക്കലായിട്ട് ചെയ്യുന്ന ബിസിനസ്, ഇത് നമ്മൾ മാനസിക തലത്തിൽ ചെയ്യുന്നത്, രണ്ടും വ്യത്യസ്തമുണ്ട്. അപ്പൊ തൃശ്ശൂർ എംബർ ഷോപ്പിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആരെങ്കിലും ചെയ്യാൻ താല്പര്യമാണെങ്കിൽ പോരെ 2 പേര് പുറത്ത് പോകുമ്പോൾ 2 പേരെ വീണ്ടും കയറ്റും. കാരണം അവർക്ക് പൈസ ആവശ്യമുണ്ടല്ലോ, നമ്മൾ തിരിച്ചു കൊടുക്കും, പുതിയ ആളുകൾ കയറ്റും. പോരെ ധൈര്യമായിട്ട് പോരെ. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഇത് ഇപ്പൊ ഈ കാണിച്ചത് മുഴുവൻ സെക്കൻഡ് ലെവൽ കോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഓരോ ഫോട്ടോയും നിങ്ങൾക്ക് അഴിച്ചു പിടിച്ച് കാണിച്ചത്. ഇത് കാണിച്ചത് ഓരോ ഫോട്ടോയും എന്താണ്, ഇത് എങ്ങനെയാണ്, എന്താണ് സംഭവം നോക്കുന്നത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഭൂമി എന്താണ്, കാലചക്രം എന്താണ്, ഓരോ ആത്മാക്കൾ ഭൂമിയിൽ പരവെടുക്കുന്നത് എങ്ങനെയാണ്, ആത്മാ ഏത് രീതിയിലാണ് പോകുന്നത്. 45 എന്നൊരു സിനിമ വന്നിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ പോയി കണ്ടോ കേട്ടോ. അതിൽ കുറെ രഹസ്യങ്ങൾ അവർ പറയുന്നുണ്ട്. 45 തെലുങ്ക് സിനിമയാണ്. അത് മലയാളത്തിൽ ഡബ് ചെയ്ത്, തമിഴിലും മലയാളത്തിലും ഡബ് ചെയ്ത് വന്നിട്ടുണ്ട് തിയേറ്ററിൽ. പോയി കണ്ടോ. കുറെ മരിച്ചതിന് ശേഷമുള്ള ലോകത്തെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷെ ആ പടം കണ്ട എല്ലാവർക്കും കാര്യം മനസ്സിലാവില്ലെന്ന് അറിയില്ല. മൂവിയുടെ പേരെന്താ? 45 45. കന്നഡ മൂവി അല്ലേ? കന്നഡ മൂവി. അത് മലയാളത്തിൽ ഡബ് ചെയ്ത് വന്നിട്ടുണ്ട്. മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്. മിത്രൻജി, സിനിമ ഒരു തിരക്കഥ എഴുതുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യണോ അല്ലെങ്കിൽ അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണേ? ഞാനും അത് ചിന്തിച്ചു. ഓരോ സിനിമകളും ഫ്യൂച്ചറിൽ ബുക്കുകൾ ഇല്ലാതാവല്ല. ഓരോ സിനിമകളും ഫ്യൂച്ചറിലേക്ക് ഭാവിയിലെ കുട്ടികൾക്ക് കഥ മനസ്സിലാവാൻ. രാമായണ മഹാഭാരതം കഥ ബുക്കിൽ എഴുതി വെച്ചു. അതേ രാമായണ മഹാഭാരതം കഥ തന്നെയാണ് സിനിമയായിട്ട് വരുന്നത്. ഞാൻ സ്ഫടിക സിനിമ ഡീകോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സിനിമയും ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ സിനിമയും ആസ്ട്രോളജിയാണ്. ഓരോ സിനിമയുടെ നായകന്റെ പേരെടുത്ത് നിങ്ങൾ കർമ്മം നോക്കിക്കോ. ആ കർമ്മയിലുള്ള പ്രശ്നമായിരിക്കും അവൻ അനുഭവിക്കുന്നതായിരിക്കുക. അതിന് നക്ഷത്രമൊന്നും വേണ്ട, ഒന്ന് നോക്കിക്കോ. ഒരു സിനിമയുടെ കഥ മൊത്തം ഒരു സിനിമയുടെ ഡീകോഡ് ചെയ്തോ. അതിൽ ആസ്ട്രോളജി മാത്രമേ ഉണ്ടാവുള്ളൂ. കോളേജിന്റെ പേര്, ഇട്ട ടെസ്റ്റിന്റെ കളർ തുടങ്ങി കണക്റ്റായിരിക്കും. അല്ല, അത് നമ്മൾ ആലോചിക്കുമ്പോ അതിശയമാണ് തോന്നുന്നത്. അതെ, അതായത് ആ ഇൻഫർമേഷനെ ലോകത്തേക്ക് ഒരു മനുഷ്യന്റെ തലയിലൂടെ കൊണ്ടുവരണം എന്നുണ്ട്. അതല്ലേ നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത മറ്റേ എന്താ സിനിമ, മോഹൻലാലിന്റെ മറ്റേ സിനിമയുടെ ഇത് എടുത്തിട്ട് ഒന്നും പറഞ്ഞില്ലേ, ന്യൂമറോളജിയുടെ വർക്ക് ചെയ്യുന്നുള്ളത്. ജോർജ് കുട്ടീന്റെ ദൃശ്യം.
ദൃശ്യം ദൃശ്യം ജോർജ് കുട്ടി. അത് അസ്ട്രോളജി അല്ലല്ലോ, അസ്ട്രോളജി ആണല്ലോ. ഒക്കെ കിളി പോയിട്ടിരിക്കാന്ന് മനസ്സിലായി. അപ്പൊ ഈ 7ാം അറിവിലും ഇതൊക്കെ സത്യം തന്നെയാണല്ലേ? അതില് സൂര്യ പറയണതൊക്കെ ആ DNA-യിലൂടെ ഒരു തിരക്കഥ, ഒരു സിനിമ കഥ അവന്റെ പേര് ഇടുന്നത്, ആ സിനിമയ്ക്ക് പേരിടുന്നത് മുതൽ ഒരുപാട് ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇവര് ചെയ്യുന്നത്. അല്ലാണ്ട് ചുമ്മാ പോയിട്ട് സിനിമ പിടിക്കുന്നതല്ല. അവിടെ കാണുന്ന സിംബോളിസങ്ങള് അതെല്ലാം സീക്രട്ടാ. ഇപ്പൊ ലിയോ സിനിമ വന്നു നമ്മുടെ ഇവന്റെ വിജയുടെ അല്ലെ, അത് ലിയോ എന്ന് പേരിടാൻ കാരണം എന്താ? 12 രാശികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവ സിനിമ പിടിക്കുന്നത്. ഇനി ഇവനെ അടുത്തത് ഇവന്റെ പടം വരുന്ന, ഇതിന്റെ പടം വരുന്ന ഏതാ? നമ്മുടെ 2 മീൻ സിംബോൾസ് വെച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ. ലിയോ എന്ന് പറഞ്ഞാൽ ലിയോ കണ്ടില്ല, സിംഹത്തിന്റെ കണ്ടില്ലേ? ഡബിൾ ക്യാരക്ടറാണ് അത്. അപ്പൊ ലിയോയിൽ ജനിച്ച ഒരാള് എപ്പോഴും അവർക്ക് ഡബിൾ ക്യാരക്ടർ ഉണ്ടാവും. ഉറപ്പല്ലേ? മാറ്റുന്നില്ലല്ലോ. ആ സിനിമയിൽ എന്തൊക്കെയാണോ അത് തന്നെയാണ് ഒരു ലിയോ ക്യാരക്ടർ. ഒരു ലിയോയിൽ ജനിച്ച ഒരാള്, ലിയോ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചിങ്ങം രാശിയിൽ ജനിച്ച ഒരാൾക്ക് ആ സിനിമയിലുള്ള പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് അവർ ജീവിതം പോവുക. ആ സിനിമയിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ. പക്ഷെ അത് ഡീകോഡ് ചെയ്ത് എടുക്കണ്ടേ? അതിന് എന്നെ പോലുള്ള ആളുകൾ വേണം. സിംഹത്തിന് അങ്ങനെ തന്നെയല്ലേ? ഡബിൾ റോളാ സിംഹത്തിന്. വളരെ സിമ്പിളായിട്ട് ഗുഹയില് വളരെ സിമ്പിൾ നടക്കുന്നുണ്ടാവും. ഒരു പ്രശ്നം വരുമ്പോഴാണ് അവൻ സട കൊടുത്ത് ചെന്നിട്ട് അവന്റെ ശരിക്കും രൂപം കാണിക്കുക. അത് അപ്പൊ ഡബിൾ ക്യാരക്ടർ സിംഹത്തിന് വന്നു. ഇത് വെറുതെ ചുമ്മാ പിടിക്കുന്നതല്ല സിനിമ. 12 രാശികളെ കുറിച്ചാണ് സിനിമ വരുന്നത്. മറ്റേ സിനിമ ഏതാ? വിക്രമിന്റെ സിനിമ. അതിന്റെ തേളിന്റെ സിംബോളിസം കണ്ട? എല്ലായിടത്തും തേള് അല്ലെ? ടാറ്റു അടിച്ചിരുന്ന തേള് അല്ലെ? ടാറ്റു അടിച്ചിരുന്ന മറ്റേ മയക്കുമരുന്നിന്റെ പിക്ചറിനൊക്കെ തേളിന്റെ സിംബോളിസാ. അത് വൃശ്ചികം രാശിയുമായി ബന്ധപ്പെട്ട. അതിലെ കഥ അങ്ങനെ തന്നെയാണ്, സ്റ്റോറിയും അങ്ങനെ തന്നെയാണത് അല്ലെ? മറ്റേ പോയ്സൺ ഉപയോഗിച്ചു, മറ്റേ കൈദി സിനിമയിലുള്ള പോയ്സൺ ഉപയോഗിക്കുന്നു. വൃശ്ചികൻ രാശിയിൽ എന്താ? തേള്, വിഷം തന്നെയുള്ളൊരു മൊത്തം. അതല്ലേ കെമിക്കല്, മറ്റേത് ബ്രൗൺ ഷുഗർ പോലെ സാധനം, മയക്കുമരുന്നല്ലേ? അത് വിഷല്ലേ? തേളിന്റെ പുറകില് വിഷല്ലേ? കുത്തില്ലേ? കാലിലല്ലേ തേള് കുത്താ? അതിൽ വില്ലന്റെ അവസാനം വന്നിട്ട് കാലിന്റെ കട്ടയില്ലേ? മറ്റവന് വിക്രമിന് കാലില്ല, അറിയോ? അവൻ മറ്റേ കാലാവസ്ഥ ഇരുമ്പിന്റെ കാലാവസ്ഥയാണത്. ഇതിനൊക്കെ പുറകില് രഹസ്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം. എല്ലാം നമ്മൾ ഭാവിയിൽ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പൊ താങ്ക് യു. നന്ദി, നമസ്കാരം. താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? താങ്ക് യു. പുതിയ അറിവുകളാണ് മിത്രൻജി. കൂടുതൽ അറിയണ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇനിയുണ്ടല്ലോ. ഇനി വരാൻ കിടക്കുമ്പോഴല്ലോ ഉണ്ടോ? ഇത്രയും നല്ലല്ലോ, ഇനി ഒരുപാടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. താങ്ക് യു. നമസ്കാരം മിത്രൻജി. നമസ്കാരം. താങ്ക് യു ചേച്ചി. താങ്ക് യു. താങ്ക് യു മിത്രൻജി. താങ്ക് യു മിത്രൻജി. ഓക്കെ ചേച്ചി. താങ്ക് യു. സൗണ്ട് ഓക്കെ, ബൈ. താങ്ക് യു. ശരി. എനിക്കിതേ തുമ്മലും ചീറ്റലും ഇട്ടത് അവസ്ഥ പനി